നാരായണ നാരായണ. ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മൽസരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് സുസ്വാഗതം. നാരായണ. ഭാഗവതം ചതുർത്ഥ സ്കന്ധത്തിലെ ദശമ അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അതിലെ അവസാനത്തെ ഒരു ശ്ലോകം കാണാനുണ്ട്. അതിനെ തുടർന്ന് നമുക്ക് ഏകാദശ അധ്യായം അഥവാ 11-ാം അധ്യായം കാണണം. ധ്രുവചരിതത്തിൻ്റെ തുടർച്ചകളാണ്. നമുക്കെന്തായാലും ഇന്നലെ എടുത്ത 10-ാം അധ്യായം ഒന്ന് വേഗം വായിക്കാം. കാരണം ഇന്നലെ ഒറ്റയടിക്ക് തന്നെ 29 ശ്ലോകങ്ങളും എടുത്തു. ഒരിക്കൽ കൂടി വായിക്കാം. 10-ാം അധ്യായം ആദ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ ദശമോऽധ്യായഃ. മൈത്രേയ ഉവാച. പ്രജാപതേർദുഹിതരം ശിശുമാരസ്യ വൈ ധ്രുവഃ. ഉപയേമേ ഭ്രമിം നാമ തൽസുതൗ കൽപവത്സരൗ. ഇളായാമപി ഭാര്യായാം വായോഃ പുത്ര്യാം മഹാബലഃ. പുത്രമുൽക്കലനാമാനം യോഷിദ്രത്നമജീജനത്. ഉത്തമസ്തു അകൃതോദ്വാഹോ മൃഗയായാം ബലീയസ. ഹതഃ പുണ്യജനേനാദ്രൗ തന്മാദാസ്യ ഗതിം ഗതാ. ധ്രുവോ ഭ്രാതൃവധം ശ്രുത്വാ കോപാമർഷസുചാർപ്പിതഃ. ജൈത്രം സ്യന്ദനമാസ്തായ ഗതഃ പുണ്യജനാലയം. ഗത്വോദീചീം ദിശം രാജാ രുദ്രാനുചരസേവിതാം. ദദർശ ഹിമഭദ്രോണ്യാം പുരീം ഗുഹ്യകസങ്കുലാം. ദദ്മൗ ശംഖം ബൃഹദ്ബാഹുഃ ഖം ദിശശ്ചാനുനാദയൻ. യേനോദ്വിഗ്നദൃശക്ഷത്തഃ ഉപദേവ്യോऽത്ര സൻമൃശം. തതോ നിഷ്ക്രമ്യ ബലിനഃ ഉപദേവ മഹാബടാഃ. അസഹന്തസ്തന്നിനാദം അഭിപേതുരുദായുധാഃ. സതാൻ ആപതതോ വീര ഉഗ്രധന്വാ മഹാരഥഃ. ഏകൈകം യുഗപൽ സർവാൻ അഹൻ ബാണൈസ്ത്രിഭിസ്ത്രിഭിഃ. തേ വൈലലാടലഗ്നൈസ്തൈഃ ഇഷുഭിഃ സർവ ഏവ ഹി. മത്വാ നിരസ്തമാത്മാനം ആശംസൻ കർമ്മ തസ്യ തത്. തേഭി ചാമുമമൃഷ്യന്തഃ പാദസ്പർശമിവോരഗാഃ. ശരൈരവിധ്യൻ യുഗപത് ദ്വിഗുണം പ്രചികീർഷവഃ. തതഃ പരിഗനിസ്ത്രിംശൈഃ പ്രാസശൂലപരശ്വതൈഃ. ശക്തിരിഷ്ടിഭിർഭുഷുണ്ഡീഭിഃ ചിത്രവാചൈഃ ശരൈരപി. അഭ്യവർഷൻ പ്രകുപിതാഃ ശരഥം സഹസാരഥിം. ഇച്ഛന്തസ്തൽ പ്രതീകർത്തും അയുതാനി ത്രയോദശ. ഔതാനപാദിസ്സ തഥാ ശസ്ത്രവർഷേണ ഭൂരിണ. ന ഉപാദൃശ്യ തച്ഛന്നഃ ആസാരേണ യഥാ ഗിരിഃ. ആഹാകാരസ്തദൈവാസീത് സിദ്ധാനാം ദിവി പശ്യതാം. ഹതോയം മാനവഃ സൂര്യോ മഗ്നഃ പുണ്യജനാർണവേ. നദൽസു യാതുധാനേഷു ജയകാശിശ്വതോ മൃധേ. ഉദതിഷ്ഠരതസ്തസ്യ നീഹാരാദിവ ഭാസ്കരഃ. ധനുർവിസ്ഫൂർജയൻ ദിവ്യം ദ്വിഷദാം ഖേദമുദ്വഹൻ. അസ്ത്രൗഘം വ്യതമദ്ബാണൈഃ ഗനാനീകമിവാനിലഃ. തസ്യ തേ ചാപനിർമുക്താഃ ഭിത്വാ വർമാണി രക്ഷസാം. കായാൻ ആവിവിശുസ്തിഗ്മാഃ ഗിരീൻ അശനയോ യദാം. ഭല്ലൈഃ സംഛിദ്യമാനാനാം ശിരോഭിശ്ചാരുകുണ്ഡലൈഃ. ഊരുഭിർഹേമതാലാഭൈഃ ദോർഭിർവലയവൽഗുഭിഃ. ഹാരകേയൂരമുകുടൈഃ ഉഷ്ണീഷൈശ്ച മഹാധനൈഃ. ആസ്ത്രിതാസ്താരണ ഭുവോ രേചുർവീരമനോഹരാഃ. ഹതാവശിഷ്ടാ ഇതരേ രണാജിരാത്. രക്ഷോഗണാ ക്ഷത്രിയപര്യസായകൈഃ. പ്രായോ വിവൃക്ണാവയവാ വിദുദ്രുവുഃ.
മൃഗേന്ദ്ര വിക്രീഡിത യൂഥപായിവ അപശ്യമാനസ്സ തദാതദായിനം മഹാമൃധേ കഞ്ചന മാനവോത്തമഃ പുരീം ദിദൃക്ഷന്നപി നാവിശദ്വിഷാം നമായിനാം വേദ ചികീർഷിതം ജനഃ ഇതി ബ്രുവൻ ചിത്രരഥസ്വസാരഥിം യത്തഃ പരേഷാം പ്രതിയോഗശങ്കിതഃ സുസ്രാവ ശബ്ദം ജലധേരിവേരിതം നഭസ്വതോ ദിക്ഷു രജോന്വദൃശ്യത ക്ഷണേനാച്ഛാദിതം വ്യോമഘനാനീകേന സർവതഃ വിസ്ഫുരത്തടിതാ ദിക്ഷു ത്രാസയൽ സ്തനയിത്നുനാം വവൃഷോ രുധിരൗകാശ്രിത്പൂയ വിൺമൂത്രമേധസഃ നിപേതുർഗഗനാദസ്യ കബന്ധാന്യഗ്രതോ നഖ തദഖ്യേ അദൃശ്യത ഗിരിഃ നിപേതുഃ സർവതോ ദിശം ഗദാ പരിഗനിസ്ത്രിംശമുസലാസാശ്മവർഷിണഃ അഹയോ അശനി നിശ്വാസാവമന്ദോ അഗ്നിമൃഷാക്ഷിഭിഃ അഭ്യധാവൻ ഗജാമത്താ സിംഹവ്യാഘ്രാശ്ച യൂദശഃ സമുദ്ര ഊർമിഭിർഭീമഃ പ്ലാവയൻ സർവതോ ഭുവം ആസസാദ മഹാഹ്രാദഃ കൽപാന്തൈവ ഭീഷണഃ ഏവം വിധാന്യനേകാനി ത്രാസനാന്യമനസ്വിനാം സസൃജുസ്തിഗ്മഗതയഃ ആസുര്യാ മായയാസുരാഃ ധ്രുവേ പ്രയുക്താമസുരൈഃ താം മായാം അതിദുസ്തരാം നിശാമ്യ തസ്യ മുനയഃ ശം ആശംസൻ സമാഗതാഃ മുനയഃ ഊജുഃ ഔത്താനപാദേ ഭഗവാൻ തവ സംഗധന്വാ ദേവക്ഷിണോത്തവനദാർത്തിഹരോ വിഭക്ഷാൻ യം നാമധേയമഭിധായ നിശമ്യ ചാദ്ധാ ലോകോഞ്ചസാതരതി ദുസ്തരമംഗമൃത്യും. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ ദശമോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുപ്രഭാതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ നാരായണ. ഹരി ഓം. അപ്പം ധ്രുവൻ രാജ്യഭാരം ഏറ്റെടുത്തതും അച്ഛൻ വാനപ്രസ്ഥത്തിന് പോയതും കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ട് 10ാം അധ്യായത്തില് ധ്രുവൻ ശിശുമാരന്റെ പുത്രിയായ ബ്രഹ്മി എന്ന പേരുള്ള കന്യകയെ വിവാഹം കഴിച്ചു. കൽപ്പൻ, വത്സരൻ എന്നിങ്ങനെ 2 പുത്രന്മാർ അവളിലുണ്ടായി. ഇള എന്നുള്ളതായിട്ടുള്ള ഭാര്യയിൽ വായുവിന്റെ പുത്രിയാണ് ഇള. ഉൽക്കലൻ എന്ന പേരുള്ളതായിട്ടുള്ള പുത്രനെ, സ്ത്രീകൾക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള ഉൽക്കലൻ എന്ന പുത്രനെ ജനിപ്പിച്ചു. പിന്നീട് ഉത്തമൻ വിവാഹം കഴിച്ചില്ല. നായാട്ടിന് പോയതായിട്ടുള്ള സമയത്ത് ബലവാനായ പുണ്യജനത്താൽ അഥവാ യക്ഷനാൽ വധിക്കപ്പെട്ടു പർവ്വതത്തിൽ വെച്ച്. അവന്റെ അമ്മ അവനെ അന്വേഷിച്ചു പോയി കാട്ടുതീയിൽപ്പെട്ട അതേ ഗതിയെ പ്രാപിച്ചു. എന്നിങ്ങനെ ഉത്തമന്റെ ആ അകാല മരണത്തെക്കുറിച്ച് സൂചിപ്പിച്ച് അതിന് പ്രതിക്രിയ ചെയ്യാനായിട്ട് ധ്രുവൻ യക്ഷരാജ്യത്തെ അളകാപുരിയെ ആക്രമിക്കുന്നതായിട്ടുള്ള കഥയാണ് പിന്നെ വിസ്തരിച്ച് പറഞ്ഞത്. തന്റെ സഹോദരന്റെ മരണം, അത് വധം കേട്ടിട്ട് കോപം, അമർഷം, ശോകം, ഈ 3 വികാരങ്ങളാലും പീഡിതനായ ബാധിക്കപ്പെട്ടവനായ ധ്രുവൻ ആ പുണ്യജനാലയത്തിലേക്ക് തന്റെ ജൈത്രം എന്നുള്ള ചന്ദനത്തിൽ കയറി പുറപ്പെട്ടു. പ്രതികാരം ചെയ്യാനായിക്കൊണ്ട് യക്ഷരാജധാനിയിലേക്ക് പുറപ്പെട്ടു. വടക്ക് ദിക്കിലേക്ക് ചെന്ന് ആ രുദ്രാനുചര സേവിതമായ കുബേരനാൽ സേവിക്കപ്പെടുന്നതായിട്ടുള്ള ആ വടക്ക് ദിക്കിലേക്ക് ചെന്ന്
ഗുഹ്യകസങ്കുലാം പുരീം ദദർശ. യക്ഷന്മാർ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ അളകാപുരിയെ ദർശിച്ചു. അവിടെ ചെന്ന് മഹാബാഹുവായ ധ്രുവൻ വലിയ ശംഖം മുഴക്കി ദിക്കുകളെല്ലാം പ്രകമ്പനം കൊള്ളിപ്പിച്ചുകൊണ്ട്. അത് കേട്ട് സ്ത്രീകളെല്ലാം ഭയപ്പെട്ടു. അവിടെ ആ യക്ഷ രാജാവായിട്ടുള്ള കുബേരന്റെ ഭടന്മാര് ഉപദേവ മഹാബടാഹ അവർ ഇത് കേട്ട് സഹിക്കാതെ പുറത്തേക്ക് ആയുധങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാഞ്ഞു വന്നു. തന്റെ നേരെ പാഞ്ഞു വരുന്നതായിട്ടുള്ള ആ സൈന്യത്തിന്റെ നേർക്ക്, യക്ഷ സൈന്യത്തിന്റെ നേർക്ക് ഓരോരുത്തരുടെ നേർക്കും 3 ബാണങ്ങൾ പ്രയോഗിച്ചു ധ്രുവൻ എന്ന് പറഞ്ഞു. അവരുടെ നെറ്റിയിലാണ് പല അസ്ത്രങ്ങളും ചെന്ന് തറച്ചത്. ഈ ധ്രുവന്റെ പരാക്രമത്തെ അവരെല്ലാം പ്രശംസിച്ചു. എന്നാലും അവർക്ക് സഹിച്ചില്ല. ചവിട്ടേറ്റ പാമ്പുകളെ പോലെ അവര് വീണ്ടും ഇരട്ടി അസ്ത്രങ്ങളെ കൊണ്ട് 6 അസ്ത്രങ്ങളെ കൊണ്ട് ഓരോരുത്തരും ധ്രുവനെ എയ്തു. അങ്ങനെ ഇവരുടെ മറ്റു പല ആയുധങ്ങളും പരികങ്ങളും നിസ്ത്രിംശങ്ങളും പ്രാസങ്ങളും ശൂലങ്ങളും പരശ്വതങ്ങളും ശക്തി ഋഷ്ടി ഭുഷുണ്ടി ചിത്രവാചങ്ങളായ ശരങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ അസ്ത്രങ്ങളെ കൊണ്ട് ഈ ധ്രുവന്റെ നേരെ പ്രകുപിതരായി രഥത്തിന്റെ നേർക്കും സാരഥിയുടെ നേർക്കും രഥിയായിരിക്കുന്ന ധ്രുവന്റെ നേർക്കുമൊക്കെ വർഷിച്ചു. 1,30,000 യക്ഷന്മാരാണ് അവിടെ ഭടന്മാരായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവരുടെ വർദ്ധിച്ചതായിട്ടുള്ള ശസ്ത്രവർഷത്താൽ മഴ കൊണ്ട് മൂടിയ പർവ്വതം പോലെ ധ്രുവൻ കാണപ്പെടാതെയായി. ആ സമയത്ത് ദേവലോകത്ത് ആകാശത്ത് നിൽക്കുന്ന സിദ്ധന്മാരെല്ലാം ഹാ 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 എന്നുള്ളതായിട്ടുള്ള ശബ്ദമുണ്ടാക്കി. അവരെല്ലാം പറഞ്ഞു, ഹതോയം മാനവ സൂര്യോ മഗ്നഃ പുണ്യജനാർണവേ. യക്ഷന്മാരുടെ പടയുടെ നടുവിൽ മുങ്ങിയവനായിട്ടുള്ള ആ മനുവിന്റെ വംശത്തിൽ പിറന്ന ധ്രുവൻ മരിച്ചു, അവൻ നഷ്ടപ്പെട്ടു എന്നിങ്ങനെ അവര് കരുതി വിളിച്ചു പറഞ്ഞു. അതേസമയം തന്നെ ഈ രക്ഷസുകളും യക്ഷന്മാരും അവരുടെ വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ അവന്റെ രഥം സൂര്യൻ മഞ്ഞിനെ നീക്കി പുറത്തേക്ക് വരുന്നത് പോലെ ഇവരുടെ ആയുധങ്ങളെയൊക്കെ നിരാകരിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. ഞാണൊലി പുറപ്പെടുവിച്ചുകൊണ്ട് ധനുർ വിസ്ഫൂർജയൻ ദിവ്യം ദ്വിഷതാം ഖേദമുദ്വഹൻ, തന്റെ ശത്രുക്കൾക്ക് ഖേദത്തെ ഉണ്ടാക്കിക്കൊണ്ട് അസ്ത്രൗകം വ്യതമത് ബാണൈഹി ഗനാനീകമിവ അനിലഹ. ഇവർ പ്രയോഗിച്ച ആയുധങ്ങളെയൊക്കെ കാറ്റ് മേഘങ്ങളെ അടിച്ച് തെറിപ്പിക്കും പോലെ ഇവരുടെ ആയുധങ്ങളെ തെറിപ്പിച്ചുകൊണ്ട് രഥത്തോടുകൂടെ പൊങ്ങി വന്നു ആ ധ്രുവൻ. പിന്നീട് ധ്രുവൻ പ്രയോഗിച്ചതായിട്ടുള്ള ധ്രുവന്റെ ചാപത്തിൽ നിന്ന് നിർമുക്തങ്ങളായ അസ്ത്രങ്ങൾ രക്ഷസാം വർമാണി ഭിത്വ, ആ രക്ഷസുകളുടെ കവചങ്ങളെ ഭേദിച്ച് കായാനാവിവിശു തിഗ്മാഹ ഗിരീൻ അശനയോ യഥ. ഇടിവെട്ട് ഇടിമിന്നൽ എങ്ങനെയാണോ പർവ്വതങ്ങളെ പിളർക്കുന്നത്, ഇന്ദ്രന്റെ വജ്രായുധം എങ്ങനെയാണോ പർവ്വതങ്ങളെ പിളർക്കുന്നത്, അതുപോലെ ഈ ധ്രുവന്റെ ആയുധങ്ങൾ ഇവരുടെ പടച്ചട്ടകളെ പിളർന്ന് അവരുടെയൊക്കെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ആ രണഭൂമി ഇവരുടേത് ആയിട്ടുള്ള ആയുധങ്ങളെ കൊണ്ടും ഛിന്ന ഭിന്നമായി കിടക്കുന്നതായിട്ടുള്ള ശരീര അവയവങ്ങളെ കൊണ്ടും ആഭരണങ്ങളെ കൊണ്ടും മുറിഞ്ഞു കിടക്കുന്ന ശിരസ്സുകളെ കൊണ്ടും കുതിരകളെ കൊണ്ടും ആനകളെ കൊണ്ടും എന്ന് പറഞ്ഞ പോലെ എല്ലാം കൊണ്ടും ആ രണഭൂമി യുദ്ധ ഉത്സുകന്മാരായ വീരന്മാർക്ക് ഹരം കൊള്ളിക്കുന്ന രീതിയിൽ അലങ്കൃതമായി. രണഭൂമിയുടെ അലങ്കാരം അതിൽ വീണ് കിടക്കുന്നതായിട്ടുള്ള ആയുധങ്ങളും യോദ്ധാക്കളും കുതിരകളും ഒക്കെയാണ്. അങ്ങനെയുള്ള രണഭൂമി എല്ലാവരെയും ഹരം കൊള്ളിച്ചു, മനോഹരങ്ങളായി രാജിച്ചു. യക്ഷന്മാരുടെ കൂട്ടത്തിൽ ബാക്കിയായിട്ടുള്ളവർ നിൽക്കക്കള്ളിയില്ലാതെ സിംഹത്താൽ പീഡിതരായ ആനക്കൂട്ടം എന്നതുപോലെ അവര് പാഞ്ഞു. എവിടേക്ക് പാഞ്ഞു? ആ യക്ഷന്റെ രാജധാനിക്ക് അകത്തേക്ക് പാഞ്ഞു മറഞ്ഞു. തന്റെ നേർക്ക് ആയുധപാണിയായിട്ട് ഒരാളെയും കാണാതിരുന്നതായിട്ടുള്ള ആ മനുവംശജാതനായ ധ്രുവൻ
ആ പുരിയെ കണ്ടിട്ടും ആ പുരിയുടെ അകത്തേക്ക് പ്രവേശിക്കാതിരുന്നു. കാരണം മായാവികളായിട്ടുള്ള ഇവരുടെ പ്രവൃത്തി എന്താണെന്ന് അറിയില്ലല്ലോ എന്നുള്ള ജാഗ്രതയോടെ ധ്രുവൻ പുറത്തു തന്നെ നിന്നു. അദ്ദേഹം ആ സമയത്തൊരു ഭയങ്കരമായ സമുദ്രത്തിന്റെ ഇരമ്പൽ പോലെ ഒരു ശബ്ദം അകത്തുനിന്ന് കേട്ടു. കാറ്റിനാൽ പൊടി ധൂളികൾ ആകാശം മുഴുവൻ രജോവൃതമാക്കപ്പെട്ടു, ധൂമാവൃതമാക്കപ്പെട്ടു. ധൂളികളെ കൊണ്ട് മൂടി മൊത്തത്തിൽ ഇരുട്ടാവുകയാണ്. മേഘം കൊണ്ട് ആകാശം പെട്ടെന്ന് തന്നെ മൂടി. പെട്ടെന്ന് തന്നെ ഇടിമിന്നലും ഇടിയുമെല്ലാം അവിടെ ഭയങ്കരമായിട്ട് ഉണ്ടായി. അതുപോലെ രക്തവും മറ്റ് വൃത്തികെട്ടതായിട്ടുള്ള മലമൂത്രാദികളും പലതും അവിടെ നിന്ന് ആകാശത്ത് നിന്ന് വർഷിക്കാൻ തുടങ്ങി. ശിരസ്സറ്റതായിട്ടുള്ള കബന്ധ ശരീരങ്ങൾ ഈ ധ്രുവന്റെ മുമ്പിലൊക്കെ വന്ന് പതിച്ചു. അതുപോലെ ആകാശത്ത് ഒരു പർവ്വതം പോലെ കാണപ്പെട്ടു. ആ പർവ്വതങ്ങളിൽ നിന്ന് വിവിധങ്ങളായ ആയുധങ്ങളും പാറക്കല്ലുകളും എല്ലാം അവിടുന്ന് ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരുന്നു. സർപ്പങ്ങൾ അഗ്നി നിശ്വസിപ്പിച്ചുകൊണ്ട് അവരുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നുമൊക്കെ അഗ്നി വമിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. അതുപോലെ മത്തഗജങ്ങൾ പാഞ്ഞു വന്നു. സിംഹങ്ങളും വ്യാഘ്രങ്ങളും കൂട്ടം കൂട്ടമായിട്ട് മായ കൊണ്ട് നിർമ്മിക്കപ്പെട്ടു. സമുദ്രം തിരമാലകളെ കൊണ്ട് ഭയങ്കരമായിട്ട് എല്ലാ ഭാഗത്തെയും ഭൂമിയെ മുഴുവൻ മൂടുന്ന മാതിരി പൊങ്ങി വന്നു. പ്രളയകാലത്തെ സമുദ്രം പോലെ കാണപ്പെട്ടു. ഇങ്ങനെ ധീരന്മാരായിട്ടുള്ളവരെ അമനസ്വിന ഭീരുക്കളായിട്ടുള്ളവരെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള അനേകങ്ങളായ സംഭവങ്ങൾ അവിടെ ഉണ്ടായി. ആസുര്യ മായയ അസുരാഹ സസൃജുഹു. അസുരമായ കൊണ്ട് അസുരന്മാർ സൃഷ്ടിച്ചതാണ് ഇതെല്ലാം, ഈ രംഗങ്ങളെല്ലാം. അങ്ങനെ അതിദുസ്തരമായ മായയെ ഈ അസുരന്മാർ ധ്രുവന്റെ നേരെ പ്രയോഗിച്ചപ്പോൾ അത് കണ്ടതായിട്ടുള്ള മുനികൾ ധ്രുവന് മംഗളത്തെ ക്ഷേമത്തെ ആശംസിച്ചുകൊണ്ട് അവിടെ സമാഗതരായി. ഇതുവരെയാണ് നമ്മൾ ഇന്നലെ കണ്ടതായിട്ടുള്ള ഭാഗം 29-ാം ശ്ലോകം വരെ. അതിനുശേഷം അവസാനത്തെ ശ്ലോകം 30-ാമത്തെ ശ്ലോകം ആ മുനികൾ ധ്രുവനെ ആശംസിച്ചതായിട്ടുള്ള ശ്ലോകമാണ്. മുനയ ഊജുഹു ഔത്താനപാദേ ഭഗവാൻ തവ ശർംഗധന്വാ ദേവക്ഷിണോത്വനദാർത്തിഹരോ വിപക്ഷാൻ യന്നാമധേയമഭിദായ നിശമ്യവാധ ലോകോഞ്ജസാതരതി ദുസ്തരമംഗമൃത്യും. മുനയ ഊജുഹു. ആ മുനിമാരെല്ലാവരും കൂടി ധ്രുവനെ നോക്കി ആശംസിച്ചുകൊണ്ട് പറഞ്ഞു എന്നർത്ഥം. ഔത്താനപാദേ ഭഗവാൻ തവ ശർംഗധന്വാ ദേവ ക്ഷിണോതു അവനത ആർത്തിഹരോ വിപക്ഷാൻ യന്നാമധേയമഭിദായ നിശമ്യവാദ്ദ ലോകോഞ്ജസാതരതി ദുസ്തരം അംഗമൃത്യും. അവസാനത്തെ വരിയിലെ അംഗ എന്നതും ആദ്യത്തെ വരിയിലെ ഔത്താനപാദേ എന്നതും ധ്രുവനെ സംബോധന ചെയ്യുന്നതാണ്. ഈ മുനിമാര്, അവിടെ വന്ന മുനിമാര് ധ്രുവനെ സംബോധന ചെയ്യണം. ഔത്താനപാദേ, ഔത്താനപാദി എന്നാണ് നാമം. വിളിക്കുമ്പോഴോ ഔത്താനപാദേ എന്നാവും. രവി എന്നാളെ വിളിക്കുകയാണെങ്കിൽ രവേ, കവി എന്നാളെ വിളിക്കുകയാണെങ്കിൽ കവേ, കപി അല്ലെ. കൊരങ്ങനെ കപിയെ വിളിക്കുന്നത് കപേ എന്നാണ്. അങ്ങനെ ഇകാരാന്ത ശബ്ദങ്ങളെ സംബോധന ചെയ്യുമ്പോൾ ഏ എന്നായിട്ടാണ് സംബോധന ചെയ്യാം. ഔത്താനപാദേ അല്ലയോ ഉത്താനപാദന്റെ പുത്ര. അംഗ, അംഗ എന്നുള്ളത് വിശിഷ്ടനായവനെ, പൂജ്യനായവനെ എന്നൊക്കെ അർത്ഥത്തിൽ അംഗ എന്നും അവസാനവും വിളിച്ചു. അപ്പോ ഉത്താനപാദ പുത്ര ഭഗവാൻ തവ ശാർംഗധന്വാ ദേവഃ ക്ഷിണോതു അവനത ആർത്തിഹരോ വിപക്ഷാൻ. ഭഗവാനെ കുറിച്ച് വിശേഷിപ്പിച്ചതാണ് ശാർംഗധന്വാ ദേവഃ അവനത ആർത്തിഹരഃ എന്നിങ്ങനെ 3 പദങ്ങൾ. അവനത ആർത്തിഹരഃ. അവനതൻ,
അവനമിച്ചവൻ, നമസ്കരിച്ചവൻ, അവരുടെ ആർത്തിയെ, ദുഃഖത്തെ ഹരിക്കുന്നവനാണ് ഭഗവാൻ. ആരാണോ തൻ്റെ അടുത്ത് നമസ്കരിച്ച് ശരണം പ്രാപിക്കുന്നത് അവരുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നവനായ ഭഗവാനെയാണ് ഇവിടെ അവനത ആർത്തിഹരൻ എന്ന് പറഞ്ഞത്. അപ്പൊ അവനത ആർത്തിഹരനായ ശാർംഗധന്വാ ദേവഃ ഭഗവാൻ. ഭഗവാനെ വിശേഷിപ്പിച്ചു ശാർംഗധന്വ. ശാർംഗധന്വ, ശാർഗം എന്നുള്ള ധനുസ് ആയുധമായവൻ, ശാർഗം എന്ന വില്ല് ധരിച്ചവൻ. അപ്പൊ ശാർംഗധന്വാവായ ദേവഃ, പ്രകാശസ്വരൂപൻ, ചൈതന്യസ്വരൂപൻ, വിവിധ ലീലകളെ ചെയ്യുന്നവൻ, ക്രീഡിക്കുന്നവൻ, അവതാരങ്ങളെടുത്ത് ക്രീഡിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമാണ് ദേവശബ്ദത്തിന്. അപ്പൊ ആ ദേവഃ ഭഗവാൻ, ഐശ്വര്യപൂർണനായ, ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം ഇത്യാദി ഗുണങ്ങളെല്ലാം തികഞ്ഞവനായ ദേവനായ ഭഗവാൻ തവ വിപക്ഷാൻ ശിണോതു. തവ നിന്റെ വിപക്ഷാൻ, വിപക്ഷന്മാരെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം, എതിരാളികൾ, നിന്റെ ശത്രുക്കൾ. ഇപ്പൊ ഭഗവാൻ നിന്റെ ശത്രുക്കളെ ക്ഷിണോതു, ക്ഷയിപ്പിക്കട്ടെ, ക്ഷീണിപ്പിക്കട്ടെ, നശിപ്പിക്കട്ടെ. ഭഗവാൻ നിന്റെ ശത്രുക്കളെ നശിപ്പിക്കട്ടെ. എന്നാമധേയം അഭിദായ നിശമ്യവ ലോകഃ ദുസ്തരം മൃത്യും അഞ്ജസാ തരതി. ഏത് ഭഗവാൻ? ഏതൊരു ഭഗവാന്റെ നാമധേയം അഭിദായ, നാമധേയത്തെ അഭിദാനം ചെയ്തിട്ട് അഥവാ അഭിദാനം ചെയ്യുമ്പോൾ, ഭഗവാന്റെ നാമം കീർത്തിക്കുന്നതായിട്ടുള്ള സമയത്ത്, ഉച്ചരിക്കുന്ന സമയത്ത്, അഥവാ നിശമ്യവ, മറ്റുള്ളവർ ഉച്ചരിക്കുന്നത് കേട്ടാൽ പോലും, ലോകഃ ദുസ്തരം മൃത്യും അഞ്ജസാ തരതി, ഈ ലോകത്തിലുള്ള ജനങ്ങളെല്ലാം ദുസ്തരമായ മൃത്യുവിനെ, തരണം ചെയ്യാൻ പറ്റാത്ത മരണത്തെ അഞ്ജസാ തരതി, എളുപ്പത്തിൽ തരണം ചെയ്യുന്നു. മൃത്യുവിനെ തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ മോക്ഷത്തെ പ്രാപിക്കുന്നത് തന്നെയാണ്. അമൃതസ്വരൂപികളായി ഭവിക്കുന്നു, മോക്ഷത്തെ പ്രാപിക്കുന്നു. അപ്പൊ ഏതൊരു ഭഗവാന്റെ നാമധേയത്തെ ഉച്ചരിക്കുന്നതോ കേൾക്കുന്നതോ തന്നെ മോക്ഷപ്രാപ്തിക്കുള്ള ഉപായമാണോ, ആ ഭഗവാൻ നിന്റെ ശത്രുക്കളെ ക്ഷയിപ്പിക്കട്ടെ. ശാർംഗധന്വാവായ ഭഗവാൻ, ദേവൻ, തന്റെ മുമ്പിൽ വന്ന് അവനതന്മാരായവരുടെ ആർത്തിയെ ഹരിക്കുന്നവനായ ഭഗവാൻ നിന്റെ ശത്രുക്കളെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ മുനിമാർ ആശംസിച്ചു. വാസ്തവത്തില് ഒരുപാട് അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കാവുന്നതാണ് ഈ ശ്ലോകത്തെ. ഒരാശംസയായിട്ട് ഭഗവാൻ അനുഗ്രഹിച്ച് നിനക്ക് ശത്രുക്കളെ വധിക്കാൻ കഴിയട്ടെ എന്ന് ഏറ്റവും സ്ഥൂലമായിട്ടുള്ള അർത്ഥം. മറ്റൊരർത്ഥത്തില് ആ ഭഗവാൻ നിന്റെ ശത്രുക്കളെ നിഹനിക്കട്ടെ. നീ എന്തിനാ നിഹനിക്കുന്നത്? നീ ഭഗവാന്റെ നാമം ജപിച്ച് നീ ഇതിൽ നിന്ന് പിന്തിരിയൂ. ഈ മായയുടെ പുറകെ പോകണ്ട. യക്ഷന്മാരുടെ നേരെ പോയിക്കൊണ്ടിരുന്നാൽ അവർ വീണ്ടും വീണ്ടും മായയെ പ്രയോഗിച്ചുകൊണ്ട് ഈ യുദ്ധം വർദ്ധിച്ചു വരികയേ ഉള്ളൂ. അങ്ങനെ യുദ്ധത്തെ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ നീ ഇതിൽ നിന്ന് വിരമിക്കൂ. ഭഗവാൻ നോക്കിക്കോളും. ശാർംഗധന്വാവാണ് ഭഗവാൻ. അദ്ദേഹം നിന്റെ ശത്രുക്കളെ നോക്കിക്കോളും. യോഗക്ഷേമം അദ്ദേഹം നോക്കിക്കോളും എന്ന് മറ്റൊരർത്ഥം. മറ്റൊരർത്ഥത്തിൽ നിന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിൽ തന്നെയാണ് നിന്റെ ശത്രുക്കൾ. നിന്റെ ഉള്ളിലുള്ള കാമക്രോധാദികൾ തന്നെയാണ് നിന്റെ ശത്രുക്കൾ. ശാർംഗധന്വാവായിട്ടുള്ള ഭഗവാന്റെ ധ്യാനം നിന്റെ മനസ്സിലെ കാമക്രോധാദികളെ നശിപ്പിച്ച് നിന്നെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കട്ടെ. ആ ഭഗവാന്റെ നാമങ്ങൾ, അതിന്റെ തത്വം നിനക്ക് ജ്ഞാനമുണ്ടാക്കട്ടെ. അദ്വൈതമായിട്ടുള്ള അറിവ് നിനക്കുണ്ടാവട്ടെ. ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഇവിടെ ഒന്നുമില്ല. ആരോടും മത്സരിക്കേണ്ടതില്ല, ആരെയും കൊല്ലേണ്ടതില്ല എന്നുള്ളതായിട്ടുള്ള അറിവ് നിന്റെ ഉള്ളിൽ പ്രകാശിക്കട്ടെ. എന്നിട്ട് നീ യുദ്ധത്തിൽ നിന്ന് വിരമിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരുപാട് തലത്തില് ഈ ശ്ലോകത്തെ ചിന്തിക്കാവുന്നതാണ്. കാരണം ഇവിടെ മുനിമാര് വന്ന് ശം ആശംസൻ എന്നാണ് പറഞ്ഞത്. ശം ആശംസൻ. അവിടെ ശം എന്നുള്ളതിന് മംഗളം എന്നും ക്ഷേമം എന്നും ശാന്തി എന്നും ആനന്ദം എന്നും ഒക്കെ അർത്ഥത്തില്. അപ്പോൾ ധ്രുവന് മംഗളം വേണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ്? ഈ പ്രശ്നം ഉണ്ടാക്കിയത് ധ്രുവൻ തന്നെയാണ്.
ധ്രുവൻ തന്നെയാണ് ഇവിടെ ഇപ്പോൾ യുദ്ധത്തിനായി കൊണ്ടുവരുമ്പോട്ട് വന്നത്. ഏതോ ഒരു യക്ഷൻ തന്റെ സഹോദരനെ വധിച്ചു. അതിന് യക്ഷവംശത്തോട് തന്നെ യുദ്ധം പ്രഖ്യാപിച്ച് എല്ലാവരെയും കൊല്ലാൻ ഒടുക്കിക്കൊണ്ട് അളകാപുരിയെ ആക്രമിച്ചത് ധ്രുവൻ തന്നെയാണ്. അപ്പൊ ആ ധ്രുവൻ തന്നെയാണ് വാസ്തവത്തിൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയേണ്ടത്. ധ്രുവന്റെ ഉള്ളിൽ തന്നെയാണ് ശത്രുക്കളിരിക്കുന്നത് കാമക്രോധ രൂപത്തിൽ. ആ ശത്രുക്കളെ ജയിച്ച് ഭഗവാന്റെ നാമം ജപിച്ച് അന്ധക്കരണം ശുദ്ധമാക്കി ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ ധ്രുവന് ശാന്തിയായി. അതാണ് അതിന്റെ ഒരർത്ഥം. ഇനി ഇവിടെ ഈ ധ്രുവൻ യക്ഷന്മാരോട് യുദ്ധം ചെയ്തത് വർണ്ണിച്ചത് വളരെ വിസ്തരിച്ച് വർണ്ണിച്ചു. എന്തിനത്രയൊക്കെ വർണ്ണിക്കേണ്ട ആവശ്യം? ചുരുക്കി പറഞ്ഞിട്ട് പോയാ പോരെ എന്നാണെങ്കിൽ ഇത്രയും വർണ്ണിച്ചതിന്റെ താല്പര്യം കവിക്ക് ഈ യുദ്ധം വർണ്ണിക്കുന്നതിലുള്ള താല്പര്യം കൊണ്ടല്ല. നമ്മൾക്ക് എന്താ പറയുക, നമ്മുടെ ഇന്നത്തെ മെഗാ സീരിയലുകാരോ സിനിമാക്കാരോ സിനിമയിൽ മസാല കൂട്ടും പോലെ സ്റ്റണ്ടും മറ്റു പല എന്താ പറയുക ആവശ്യമില്ലാത്ത രംഗങ്ങളൊക്കെ കൂട്ടിക്കൂട്ടി സിനിമയെ വിസ്തരിക്കും. ആളുകളുടെ എന്താ പറയുക മനസ്സിൽ പല വികാരങ്ങളും ഉണർത്തി അവരെ രസിപ്പിക്കാൻ വേണ്ടി പല രസങ്ങളും കൊടുക്കാൻ വേണ്ടി വളർത്തും. അതുപോലെ ഇവിടെ ഒരു കവിക്ക്, ഭാഗവത രചയിതാവായിട്ടുള്ള കവിക്ക് ഇങ്ങനെ യുദ്ധം വർണ്ണിക്കേണ്ട കാര്യം ഇല്ല. കവി ഉദ്ദേശിക്കുന്നത് നമ്മുടെയൊക്കെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനാണ്. അപ്പോൾ ഇവിടെ എന്തിനാണ് യുദ്ധം വർണ്ണിച്ചത് എന്ന് വെച്ചാൽ എല്ലാ യുദ്ധങ്ങളും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പ്രാരബ്ധമായിട്ട് പുറപ്പെട്ടാൽ അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വർദ്ധിച്ച് വരും എന്നുള്ളതിന്റെ ഒരു പ്രതീകാത്മകമാണ് ഇവിടുത്തെ യുദ്ധം. നമ്മൾ ഏത് കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടാലും നമ്മൾക്ക് ജാഗ്രതയില്ലെങ്കിൽ, നമ്മൾ രാഗദ്വേഷങ്ങളോട് കൂടിയിട്ടാണ് ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ തുടർച്ചയായിട്ടുള്ള അനുരണനങ്ങൾ, ഒരു കർമ്മം നമ്മളെ മറ്റൊരു കർമ്മത്തിലേക്ക് വലിച്ചഴയ്ക്കും, അത് അടുത്ത പ്രോജക്റ്റിലേക്ക് വലിച്ചഴയ്ക്കും. കർമ്മം നമ്മൾ ചെയ്തത് നമുക്ക് സുഖം നൽകിയാൽ, ഒരു വിജയം നൽകിയാൽ, നമ്മൾ വിചാരിച്ചതുപോലെ ആയാൽ അതൊരു വാസനയായി മാറി വീണ്ടും വീണ്ടും അതേപോലെയുള്ള കർമ്മം ചെയ്യുവാനുള്ളതായിട്ടുള്ള പ്രവണത നമ്മുടെ ഉള്ളിലുണ്ടാവും. പരാജയമായാലും നമ്മൾ പ്രതീക്ഷ വിടാതെ വീണ്ടും 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 ആസക്തിയോടുകൂടെ അതേ കർമ്മം തന്നെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ എങ്ങനെയായാലും ഏത് കർമ്മവും നമ്മൾ ഭഗവാനിൽ സമർപ്പിക്കാതെ ചെയ്താൽ നമ്മുടെ കർത്തവ്യ കർമ്മം നമ്മൾ ചെയ്യേണ്ടതാണ്, അത്യാവശ്യമായിട്ടുള്ളതാണ്. അതാണ് നമ്മളിൽ നിന്ന് ഈ പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരൻ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതായിട്ടുള്ള ഒരു വകതിരിവോടുകൂടി ചെയ്യുന്ന ആ സ്വധർമ്മമുണ്ട്. അതല്ലാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അധർമ്മങ്ങളാണ്, പരധർമ്മങ്ങളാണ്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിട്ട് പുലിവാല് പിടിച്ച് ആ കർമ്മങ്ങൾ വർദ്ധിച്ച് നമ്മുടെ വാസനകൾ വർദ്ധിച്ച് നമ്മൾ സംസാരികളായി തീരുന്നതിന്റെ ഒരു ചിത്രീകരണമാണ് ഈ യുദ്ധത്തിന്റെ വർണ്ണനയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ആ യുദ്ധത്തിന് പോയതായിട്ടുള്ള ധ്രുവൻ മായയിൽപ്പെട്ട് വലഞ്ഞിരിക്കുകയാണ്. ആ രംഗത്ത് നമ്മൾ നിന്ന് നോക്കണം. അപ്പോഴാണ് അവിടുത്തെ ഭയാനകത നമുക്കറിയാം. ഇപ്പൊ നമ്മൾ കഥയായിട്ട് വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം മാത്രം ഇങ്ങനെ വിചാരം ചെയ്തു പോകുമ്പോൾ നമുക്ക് ആ രംഗത്ത് നമ്മൾ നിൽക്കുന്നതായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവില്ല. ധ്രുവന്റെ സ്ഥാനത്ത് നമ്മളൊന്ന് നിന്ന് അവിടെ നടക്കുന്നതായിട്ടുള്ള ആ മായയുടെ പ്രഭാവം ഒന്ന് ചിന്തിച്ചു നോക്കുക. എത്ര ഭയങ്കരമാണ് അവിടുത്തെ രംഗം, എന്തെല്ലാമാണ് ഈ ധ്രുവന്റെ നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം തരത്തിലുള്ള വിഷം ചീറ്റുന്ന അല്ലെങ്കിൽ തീ തുപ്പുന്നതായിട്ടുള്ള പാമ്പുകളും ആനക്കൂട്ടങ്ങളും സിംഹക്കൂട്ടങ്ങളും പുലിക്കൂട്ടങ്ങളും ആയുധങ്ങൾ വിവിധങ്ങളായിട്ടുള്ളതും അതുപോലെ മലമൂത്രാദി വിസർജനം മഴ പോലെ വരുന്നതും ഇതൊക്കെ നല്ല സുഖമായിട്ടുള്ള അവസ്ഥയാണോ? അപ്പൊ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും
അല്പവിജയം കിട്ടും. അതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള നമ്മളെ വിഷമിപ്പിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങളും അതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. അപ്പൊ ഇത് ലോക സ്വഭാവമാണ് എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ളതായിട്ടുള്ള വേണ്ടാത്ത കർമ്മങ്ങളിൽ നിന്ന്, നമുക്ക് ആവശ്യമില്ലാത്ത കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ പിന്തിരിയുന്നതാണ് ഒരു വിവേകിയുടെ ലക്ഷണം. അവനാണ് നിവൃത്തി ധർമ്മത്തിന് അധികാരിയായിത്തീരുന്നത്, അവനാണ് മോക്ഷത്തിന് അധികാരിയായിത്തീരുന്നത്. അല്ലാതെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നവൻ, എപ്പോഴും അഗ്രസീവായിട്ട് ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നവൻ, അവൻ ഒരിക്കലും സംസാരത്തിൽ നിന്ന് കരകയറാൻ പോകുന്നില്ല. അല്പമെങ്കിലും പിന്തിരിഞ്ഞു നിന്ന് ഒന്ന് വിചാരം ചെയ്യണം. പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്തി അകൃതഃ കൃതേന. ഞാൻ ചെയ്യുന്ന ഈ കർമ്മങ്ങളെ കൊണ്ട് ശാശ്വതമായ ശാന്തി ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള വകതിരിവുണ്ടായി ആ കർമ്മത്തിൽ നിന്ന് പിന്തിരിയണം. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു സൂചനയാണ്. ഇപ്പൊ ഇതൊക്കെ ആരുണ്ടാക്കിയ സൃഷ്ടിയാണ്? ഈ യുദ്ധം ആരുടെ സൃഷ്ടിയാണ്? ഈ യുദ്ധം ഈശ്വര സൃഷ്ടിയല്ല. ഈ യുദ്ധം മനുഷ്യന്റെ വാസനകളുടെ സൃഷ്ടിയാണ്, ധ്രുവന്റെ സൃഷ്ടിയാണ്. ഇത് തന്നെയാണ് വിഷമ സൃഷ്ടി, ഇത് തന്നെയാണ് വിസർഗം. വിഷമസർഗം തന്നെയാണ് ഇവിടെ വിസർഗം. ഈ കാണുന്നതായിട്ടുള്ള വൈവിധ്യങ്ങൾ ഈശ്വര നിർമ്മിതമാണ്, ഈശ്വരന്റെ സൃഷ്ടിയാണെന്നുള്ള അറിവിൽ ഉറച്ചുകൊണ്ട് നമ്മളാൽ ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ഈശ്വരനുള്ള നിവേദ്യമായി പൂജയാക്കി ചെയ്യുമ്പോഴാണ് ഈശ്വര സൃഷ്ടിയിൽ നമ്മൾ പങ്കാളികളാകുന്നത്. ഇത് നമ്മുടെ ഗുണങ്ങൾ കൊണ്ട്, നമ്മുടെ രാഗദ്വേഷങ്ങൾ കൊണ്ട് നമ്മളുണ്ടാക്കി വെക്കുന്ന വിനകളാണ്, വിപത്തുകളാണ്. അങ്ങനെയാണ് ഈ ലോകത്തിൽ ആപത്തുകൾ വർദ്ധിച്ചു വരുന്നത്. മനുഷ്യന്മാരുടെ സത്വം, രജസ്, തമസ് എന്നുള്ള 3 ഗുണങ്ങളെ കൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നത്. നമ്മൾ ദക്ഷന്റെ മനസ്സുകൊണ്ട്, ദക്ഷന്റെ തമോ ഗുണം കൊണ്ട്, ദേഹാഭിമാനം കൊണ്ട് മഹാദേവനുമായിട്ടുണ്ടായ ആ സംഘർഷം, ദക്ഷയാഗം ഒക്കെ കണ്ടു. അതിന് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോ ധ്രുവനും എത്തിപ്പെട്ടിരിക്കുന്നത്. ധ്രുവന്റെ മനസ്സിലും ആ ഒരു രജോ ഗുണത്തിന്റെ തള്ളൽ കൊണ്ട് അത് തമോ ഗുണത്തിലേക്കും തള്ളിവിട്ട് ആകെക്കൂടെ ഇപ്പൊ കലുഷിതമായിട്ടുള്ളൊരു അന്തരീക്ഷം, ഭൂമിയിൽ മൊത്തം സമാധാനം നഷ്ടപ്പെട്ടതായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പൊ ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ ഇതിൽ നിന്ന് പിന്തിരിയണമെങ്കിൽ ആ ഭഗവാന്റെ നാമം ഓർത്തുകൊണ്ട്, ഭഗവാൻ സാർംഗധന്വാവായിട്ടുള്ള ഭഗവാൻ ഈ ലോകത്തിന്റെ രക്ഷകനാണ്, ആ ഭഗവാൻ രക്ഷിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളവരെ രക്ഷിക്കും, യോഗക്ഷേമം വഹിച്ചുകൊള്ളും എന്നുള്ളതായിട്ടുള്ള ദൃഢവിശ്വാസത്തോടെ വേണമെങ്കിൽ ധ്രുവന് മടങ്ങിപ്പോകാം. ധ്രുവൻ മടങ്ങിപ്പോയാൽ ഈ യക്ഷന്മാർ പുറകെ പോവുകയൊന്നുമില്ല. ധ്രുവൻ ഇവിടെ വന്ന് ആക്രമിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അപ്പോ ആ ഒരു സൂചന കൂടി ഇവിടെയുണ്ട്, നമുക്കുള്ള സൂചനയാണത്. കഥയില് ധ്രുവനെ ആശംസിച്ചു, ധ്രുവന് വിജയം ആശംസിച്ചു, ധ്രുവനോട് നാരായണ അസ്ത്രം പ്രയോഗിക്കാൻ പ്രേരിപ്പിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ഇതിന് നമുക്ക് പറയാം. ഭഗവാന്റെ നാമം തന്നെയാണ് നാരായണാസ്ത്രം. ഇവിടെ നാരായണാസ്ത്രം പ്രയോഗിക്കാനായിക്കൊണ്ട് ഈ ഋഷിമാർ പ്രേരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇതിനുശേഷം ഇനി അടുത്ത അധ്യായത്തില് ധ്രുവൻ നാരായണാസ്ത്രം പ്രയോഗിച്ച് ഇവരുടെ മായകളെയൊക്കെ നശിപ്പിച്ചു. വീണ്ടും യുദ്ധം തുടർന്ന് യക്ഷന്മാരെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു എന്ന് പറയാൻ പോവുകയാണ്. അപ്പൊ നാരായണാസ്ത്രം പ്രയോഗിക്കാനായിക്കൊണ്ട് ഈ ഋഷിമാർ പ്രേരിപ്പിച്ചു എന്ന് വ്യാഖ്യാനിക്കാറുണ്ട്. വാസ്തവത്തിലൂടെ പറയുന്നുണ്ടോ? ഋഷിമാരാരെങ്കിലും പറഞ്ഞു നാരായണാസ്ത്രം പ്രയോഗിക്കാൻ? ഇല്ല. ഇവിടെ പറയണു എന്നാമധേയം അഭിതായ നിശമ്യവാദ്ദ ലോകോഞ്ചസ തരതി ദുസ്തരമംഗമൃത്യും. ഏതൊരു ഭഗവാന്റെ നാമധേയം അഭിതായ ഉച്ചരിച്ചിട്ട് അല്ലെങ്കിൽ നിശമ്യവ കേട്ടിട്ട് ലോകം ദുസ്തരമായ മൃത്യുവിനെ അഞ്ജസാ തരതി,
എളുപ്പത്തിൽ തരണം ചെയ്യുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാതെ ഹേ ധ്രുവ നീ നാരായണാസ്ത്രം പ്രയോഗിക്ക് എന്നൊന്നും ഇതിൽ വ്യക്തമായി പറഞ്ഞില്ല. എങ്കിലും ധ്രുവൻ അതിനെ എടുത്തത് എങ്ങനെയായിട്ടാണ്? ഇവർ വന്ന് എന്നെ ഓർമ്മിപ്പിച്ചതാണ് നാരായണാസ്ത്രം പ്രയോഗിക്കാൻ എന്നുള്ള രീതിയിൽ ധ്രുവൻ അതിനെടുത്തു. ധ്രുവന്റെ വാസനയ്ക്കനുസരിച്ച് ധ്രുവൻ പ്രവർത്തിച്ചു. ധ്രുവന്റെ വാസന ഈ ശത്രുക്കളെ വധിക്കുക എന്നുള്ളതാണ്. പ്രതികാര ബുദ്ധിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ധ്രുവൻ തുടർന്നും യുദ്ധം ചെയ്യുന്നു. അതാണ് 11-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം, ആരംഭം. അപ്പൊ നമുക്ക് ഈ 10-ാം അധ്യായം ഇവിടെ പൂർത്തീകരിക്കാം. മുനയ ഊജുഹു ഔത്താനപാദേ ഭഗവാൻ തവ ശാർംഗധന്വാ ദേവക്ഷിണോതു അവനതാർത്തിഹരോ വിപക്ഷാൻ യന്നാമധേയമഭിദായ നിശമ്യവാദ്ധ ലോകോഞ്ചസാ തരതി ദുസ്തരമംഗമൃത്യും. ഇപ്പോ ഒരു സത്വഗുണപ്രധാനിയായിട്ടുള്ള ഒരാളാണ് എങ്കിൽ ഈ സ്ഥാനത്ത് വർദ്ധിച്ച സത്വഗുണമുള്ള ഒരാളാണെങ്കിൽ ഈ മുനിമാരുടെ ഉപദേശത്തെ എങ്ങനെ എടുക്കും? അതെ, ഭഗവാൻ നോക്കിക്കോട്ടെ, ഞാനെന്തിന് പ്രതികാരം ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ധ്രുവൻ മടങ്ങിപ്പോകാം. ഒരു തമോ ഗുണിയായിട്ടുള്ള ഒരാളായിരുന്നുവെങ്കിൽ അതെ ഭഗവാൻ നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പേടിച്ചോടിയും പോകാം. ഇവിടുന്ന് ഭീരുവായിട്ട് മടങ്ങിപ്പോകാം. ഉള്ളില് അവരോട് ദേഷ്യമുണ്ട്, അമർഷമുണ്ട്, പ്രതികാര ബുദ്ധിയുണ്ട്, പക്ഷെ തനിക്ക് ശക്തിയില്ല. അതുകൊണ്ട് മടങ്ങിപ്പോകാം. അത് തമോ ഗുണം. ഇവിടെ രജോ ഗുണ പ്രധാനിയാണ് ആര്? ധ്രുവൻ. അതുകൊണ്ട് തന്നെ മടങ്ങിപ്പോകുന്നില്ല. ഉള്ളിൽ നിന്ന് ഇവരോടുള്ള വിരോധം പോകുന്നില്ല. ആ വിരോധത്തോടുകൂടി തന്നെ പ്രതികാരം ചെയ്യാൻ ഉറച്ചു തന്നെ മുൻപോട്ട് വെച്ച കാല് മുൻപോട്ട് തന്നെ വെച്ചുകൊണ്ട് പിന്തിരിയാതെ യുദ്ധം തുടരുകയാണ്. അത് ക്ഷത്രിയ സ്വഭാവമാണ്. അത് തന്നെയാണ് ധ്രുവന്റെ ധ്രുവത്വം, ധ്രുവസ്വഭാവം, നിശ്ചയമായിട്ടുള്ള സ്വഭാവം, ദൃഢമായിട്ടുള്ള സ്വഭാവം, ഉറച്ച തീരുമാനങ്ങൾ. അങ്ങനെ ആ ധ്രുവൻ യുദ്ധം തുടരുന്നു. അത് നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. ഹരിയോമിതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ ദശമോധ്യായഃ. കഥയുടെ ഇടയില് സന്ദർഭത്തിൽ അനുസരിച്ച് നമ്മൾ തത്വങ്ങളും ചിന്തിക്കേണ്ടതുള്ളത് കൊണ്ട് സൂചിപ്പിച്ചത് മാത്രമാണ്. ബാക്കി നിങ്ങൾ വിചാരം ചെയ്തുകൊള്ളുക. എത്ര പേർക്ക് കാര്യം മനസ്സിലായോ എത്ര പേർക്ക് മനസ്സിലായില്ലയോ അറിയില്ല. കാര്യം സൂചിപ്പിച്ചു. കഴിയും പോലെയൊക്കെ മനസ്സിലാക്കുക. കാരണം ഇവിടെയൊക്കെ ഈ കർമ്മങ്ങളുടെ പരിമിതികളെ കാണിച്ചു തരികയാണ്. കർമ്മം കൊണ്ട് നമുക്ക് ജീവിതത്തെ എന്താ പറയുക, ശാശ്വതമായിട്ടുള്ള ശാന്തി നേടാൻ സാധ്യമല്ല. ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗേനൈകേ അമൃതത്വമാനശുഹു. എല്ലാറ്റിൻ്റെയും ത്യാഗം, മമതാ ത്യാഗം. ആ ത്യാഗം കൊണ്ട് മാത്രമേ അമൃതത്വം പ്രാപിക്കാൻ കഴിയുള്ളൂ, കർമ്മം കൊണ്ടല്ല. അപ്പൊ അത് ബോധ്യം വരണം ഇവിടെ. ഇതൊക്കെ കണ്ടിട്ട്, ഈ സംഘർഷങ്ങളൊക്കെ കണ്ടിട്ട് ഇരിക്കട്ടെ. അടുത്ത അധ്യായത്തിലേക്ക് കിടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ഏകാദശോധ്യായഃ. മൈത്രേയ ഉവാച. നിശമ്യഗതതാം ഏവം ഋഷീണാം ധനുഷി ധ്രുവഃ സന്തതേസ്ത്രമുപസ്പൃശ്യ യന്നാരായണ നിർമ്മിതം സന്ധീയമാനയേ തസ്മിൻ മായാഗുഹ്യക നിർമ്മിതാഃ ക്ഷിപ്രം വിനേശുർവിദുര ക്ലേശാജ്ഞാനോദയേ യദാ തസ്യാർഷാസ്ത്രം ധനുഷി പ്രയുഞ്ജതഃ സുവർണപുംഗാ കളഹംസവാസസഃ വിനിസൃതാ ആവിവിശുർദിഷദ്ബലം യദാ വനം ഭീമരവാശിഖണ്ഡിനഃ തൈസ്തിഗ്മദാരൈഃ പ്രദനേ ശിലീമുഖൈഃ ഇതസ്തദഃ പുണ്യജനാ ഉപദ്രുതാഃ തമഭ്യദാവൻ കുപിതാ ഉദായുധാഃ
സുപർണമുന്നദ്ദപണ ഇവാഹയഃ സതാൻ പൃഷക്തൈരഭിധാവതോ മൃതേ നികൃത്ത ബാഹൂരു ശിരോദരോദരാൻ നിനായ ലോകം പരമർക്കമണ്ഡലം വ്രജന്തി നിർഭിദ്യ യമൂർധ്വരേതസഃ താൻ ഹന്യമാനാനഭിവീക്ഷ്യ ഗുഹ്യകാൻ അനാഗസശ്ചിത്രരഥേന ഭൂയസ ഔതാനപാദിം കൃപയാ പിതാമഹോ മനുർജഗാദോപഗത സഹർഷിഭിഃ. മനുരുവാച അലം വത്സാദിരോഷേണ തമോദ്വാരേണ പാപ്മന യേന പുണ്യജനാൻ ഏതാൻ അവധീസ്ത്വം അനാഗസഃ നാസ്മത്കുലോചിതം താത കർമ്മൈതത്സദ്വിഗർഹിതം വധോ യദുപദേവാനാം ആരബ്ധസ്തേ അകൃതൈനസാം നന്വേകസ്യാപരാധേന പ്രസംഗാത് ബഹവോ ഹതാഃ ഭ്രാതുർവദാഭിതപ്തേന ത്വയാംഗ ഭ്രാതൃവത്സല നായം മാർഗോ ഹി സാധൂനാം ഋഷികേശാനുവർത്തിനാം യദാത്മാനം പരാഗൃഹ്യ പശുവദ്ഭൂതവൈശസം സർവഭൂതാത്മഭാവേന ഭൂതാഭാസം ഹരിം ഭവാൻ ആരാധ്യാപതുരാരാധ്യം വിഷ്ണോസ്തൽപരമം പദം സത്വം ഹരേരനുദ്യാതഃ തൽപുംസാമഭി സമ്മതഃ കഥം തവദ്യം കൃതവാൻ അനുശിക്ഷൻ സദാം വ്രതം തിതിക്ഷയാ കരുണയാ മൈത്ര്യാ ചാഖില ജന്തുഷു സമത്വേന ച സർവാത്മാ ഭഗവാൻ സംപ്രസീദതി സംപ്രസന്നേ ഭഗവതി പുരുഷഃ പ്രാകൃതൈർഗുണൈഃ വിമുക്തോ ജീവനിർമുക്തോ ബ്രഹ്മനിർവാണമൃച്ഛതി ഭൂതൈഃ പഞ്ചഭിരാരബ്ധൈഃ യോഷിത് പുരുഷ ഏവ ഹി തയോ വ്യവായാത് സംഭൂതിഃ യോഷിത് പുരുഷയോരിഹ ഏവം പ്രവർത്തതേ സർഗഃ സ്ഥിതിഃ സംയമ ഏവ ച ഗുണവ്യതികരാദ് രാജന്മായയാ പരമാത്മനഃ നിമിത്തമാത്രം തത്രാസീത് നിർഗുണഃ പുരുഷർഷഭഃ വ്യക്താവ്യക്തമിദം വിശ്വം യത്ര ഭ്രമതിലോഹവത് സഖൽവിതം ഭഗവാൻ കാലശക്ത്യാ ഗുണപ്രവാഹേണ വിഭക്തവീര്യഃ കരോത്യകർത്തൈവ നിഹന്ത്യഹന്താ ചേഷ്ടാ വിഭൂംന ഖലു ദുർവിഭാവ്യ സോനന്ദോന്തകരക്കാലോനാദിരാദികൃതവ്യയഃ ജനം ജനേന ജനയൻ മാരയൻ മൃത്യുനാന്തകം ന വൈ സ്വപക്ഷോസ്യ വിപക്ഷ ഏവ വാ പരസ്യ മൃത്യോർവിശദഃ സമം പ്രജാഃ തം ധാവമാനമനുധാവന്ത്യനീശാ യഥാ രജാംസ്യനിലം ഭൂതസംഗാഃ ആയുഷോപജയം ജന്തോഃ തദൈവോപജയം വിഭുഃ ഉപാഭ്യാം രഹിതസ്വസ്ഥോ ദുസ്തസ്യ വിദദാത്യസൗ കേചിത് കർമ്മ വദന്ത്യേനം സ്വഭാവമപരേ നൃപ ഏകേ കാലം പരേ ദൈവം പുംസഃ കാമമുതാപരേ അവ്യക്തസ്യാപ്രമേയസ്യ നാനാശക്ത്യുദയസ്യ ച ന വൈ ചികീർഷിതം താത കോ വേദാദ്ദാ സ്വസംഭവം ന ചൈതേ പുത്രക ഭ്രാതുഃ ഹന്താരോദനദാനുഗാഃ വിസർഗാദാനയോസ്താത പുംസോ ദൈവം ഹി കാരണം സ ഏവ വിശ്വം സൃജതി സ ഏവാവതി ഹന്തി ച അതാഭിഹ്യനഹങ്കാരാത് നാജ്യത്തെ ഗുണകർമ്മഭിഃ ഏഷ ഭൂതാനി ഭൂതാത്മാ ഭൂതേശോ ഭൂതഭാവനഃ സ്വശക്ത്യാ മായയാ യുക്തഃ സൃജത്യസ്തി ച പാതി ച തമേവ മൃത്യുമമൃതം താത ദൈവം സർവാത്മനോ ബേഹി ച കൽപരായണം യസ്മൈ ബലിം വിശ്വസൃജോ ഹരന്തി ഗാവോ യദാ വൈ നസിദാമയന്ത്രിതാഃ യഃ പഞ്ചവർഷീ ജനനീം ത്വം വിഹായ മാതുഃ സപത്ന്യാ വചസാ ഭിന്നമർമ്മാ വനം ഗതസ്തപസാ പ്രത്യഗക്ഷം ആരാധ്യലേഭേ മൂർധ്നി പദം ത്രിലോക്യാഃ തമേന മംഗാത്മനി മുക്ത വിഗ്രഹേ വ്യപാശ്രിതം നിർഗുണമേകമക്ഷരം ആത്മാനമന്വിച്ഛ വിമുക്തമാത്മദൃക് യസ്മിന്നിദം ഭേദമസത് പ്രതീയത്തെ ത്വം പ്രത്യഗാത്മനി തഥാ ഭഗവത്യനന്ദേ ആനന്ദമാത്ര ഉപപന്ന സമസ്തശക്തൗ ഭക്തിം വിദായ പരമാം ശനകൈരവിദ്യാഗ്രന്ഥിം വിഭേത്സ്യസി മമാഹമിതി പ്രരൂഢം സംയച്ഛ രോഷം ഭദ്രം തേ പ്രതീപം ശ്രേയസാം പരം ശ്രുതേന ഭൂയസാ രാജൻ അഗതേന യഥാമയം
യേനോപസൃഷ്ടാത് പുരുഷാത് ലോക ഉദ്വിജതേ വൃശം ന ബുധസ്തദ്വശം ഗച്ഛേത് ഇച്ഛന്നഭയമാത്മനഃ ഹേളനം ഗിരിശഭ്രാതുഹൂതനദസ്യ ത്വയാ കൃതം യജ്ജഗ്നിവാൻ പുണ്യജനാൻ ഭ്രാതൃഘ്നാൻ ഇതി അമർഷിതഃ തം പ്രസാദയ വത്സാശു സന്നദ്യാ പ്രശ്രയോക്തിഭിഃ ന യാവൻ മഹതാം തേജഃ കുലം നോപി ഭവിഷ്യതി ഏവം സ്വയംഭുവഃ പൗത്രം അനുശാസ്യ മനുർധ്രുവം തേനാഭിവന്ദിതഃ സാകം ഋഷിഭിः സ്വപുരം യയൗ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ നാരായണ. അപ്പോൾ ഏതൊരു ഭഗവാന്റെ നാമം നമ്മളെ മോക്ഷത്തിലേക്ക് തന്നെ നയിക്കുന്നുവോ ആ ഭഗവാൻ നിന്റെ ശത്രുക്കളെ സംഹരിക്കട്ടെ, ശത്രുക്കളെ നശിപ്പിക്കട്ടെ എന്ന് ആ മുനിമാർ വന്ന് ധ്രുവനെ അനുഗ്രഹിച്ചു, ആശംസിച്ചു. ഈ അധ്യായം തുടങ്ങുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. മൈത്രേയ ഉവാച. മൈത്രേയ മഹർഷി വിതുരനോട് തുടരുന്നു. നിശമ്യ ഗതതാം ഏവം ഋഷീണാം ധനുഷി ധ്രുവഃ സന്തതേസ്ത്രമുപസ്പൃശ്യ യം നാരായണ നിർമ്മിതം. നിശമ്യ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട്. എന്താ കേട്ടത്? ഗതതാം ഏവം ഋഷീണാം. ഋഷീണാം ഏവം ഗതതാം. ഋഷീണാം ഏവം ഗതതാം സതാം എന്നർത്ഥം. സതി സപ്തമി അതിന്റെ ബഹുവചനമാണ്. ഋഷിമാർ ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കേ, ഋഷിമാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേ അത് കേട്ടിട്ട് നിശമ്യ, അല്ലെങ്കിൽ ഏവം ഗതതാം ഋഷീണാം വചോ നിശമ്യ എന്നുള്ള വാക്കുകളെ കേട്ടിട്ട്, അവരുടെ വാക്കുകളെ കേട്ടിട്ട് ധ്രുവഃ, ആ ധ്രുവൻ എന്ത് ചെയ്തു? ഉപസ്പൃശ്യ ധനുഷി അസ്ത്രം സന്തതേ. ഉപസ്പൃശ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പർശിച്ചിട്ട് എന്നാണ്. എന്തിനെ സ്പർശിച്ചിട്ട്? ജലത്തെ ഉപസ്പൃശ്യ. അപ ഉപസ്പൃശ്യ എന്ന് ചേർത്തെടുക്കണം. എന്ന് വെച്ചാൽ ദിവ്യാസ്ത്രങ്ങൾ അത് പ്രയോഗിക്കുമ്പോൾ ആചമനം ചെയ്ത് മന്ത്രം ജപിക്കണം. അപ്പൊ ആ ആചമനം ചെയ്യുന്നതിനെ തന്നെയാണ് ഇവിടെ ഉപസ്പൃശ്യ എന്ന് പറഞ്ഞത്. ആചമനം ചെയ്തുകൊണ്ട് ശരീരശുദ്ധി, ഇന്ദ്രിയശുദ്ധി എല്ലാം വരുത്തി മന്ത്രം ജപിച്ചുകൊണ്ട്. അതാണ് ധ്രുവഃ ധനുഷി അസ്ത്രം സന്തതേ. ധനുസ്സിൽ, വില്ലിൽ അസ്ത്രത്തെ തൊടുത്തു. സന്ധാനം ചെയ്യുക എന്ന് പറഞ്ഞാല് ചേർത്ത് വെക്കുക, തൊടുത്ത് പിടിക്കുക എന്നർത്ഥമാണ്. ഏത് അസ്ത്രത്തെയാണ്? യത് നാരായണ നിർമ്മിതം. നാരായണ നിർമ്മിതമായ അസ്ത്രത്തെ ചേർത്തു, തന്റെ വില്ലിൽ ചേർത്ത് തൊടുത്തു എന്നർത്ഥം. നാരായണ നിർമ്മിതം എന്നുള്ളത് നാരായണ ഋഷിയാൽ നിർമ്മിതം എന്ന് മനസ്സിലാക്കണം. നരനാരായണ ഋഷിമാരിൽ നാരായണ ഋഷിയാൽ നിർമ്മിതമായിട്ടുള്ള അസ്ത്രമാണ് നാരായണാസ്ത്രം. ആ നാരായണാസ്ത്രത്തെ അദ്ദേഹം ജപിച്ചുകൊണ്ട്, മന്ത്രം ജപിച്ചുകൊണ്ട് വില്ലിൽ തൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ തന്റെ ആവനാഴിയിലുള്ള ഏതൊരു അമ്പിനെയും എടുത്ത് തൊടുക്കാം. അത് തൊടുത്തിട്ട് അതോടൊപ്പം തന്നെ മന്ത്രം ജപിക്കുമ്പോഴാണ് അതേ അസ്ത്രം തന്നെ ദിവ്യാസ്ത്രമായി മാറുന്നത്. അല്ലെങ്കിൽ ഒരു ദർഭ പറിച്ചിട്ട്, ഒരു പുൽക്കൊടി പറിച്ചിട്ട് അതിനെ തന്നെ അസ്ത്രമാക്കി മാറ്റാം. അത് മന്ത്രം ജപിക്കുമ്പോൾ അത് ദിവ്യാസ്ത്രമായി മാറുന്നു. അങ്ങനെ ദിവ്യാസ്ത്രം തൊടുത്തു. നാരായണാസ്ത്രം എന്ന പേരുള്ളതായിട്ടുള്ള നാരായണാസ്ത്രത്തെ തൊടുത്തു ഇദ്ദേഹം എന്നാണ്. നിശമ്യഗതതാം ഏവം ഋഷീണാം ധനുഷി ധ്രുവഃ സന്തതേസ്ത്രമുപസ്പൃശ്യ നാരായണ നിർമ്മിതം. ഇപ്പൊ ധ്രുവൻ നാരായണ നിർമ്മിതമായ അസ്ത്രത്തെ തൊടുത്തു. ഇതുപോലെയുള്ളതായിട്ടുള്ള സന്ദർഭം വരുമ്പോൾ നമ്മൾ ഏത് അസ്ത്രത്തെ തൊടുക്കണം? നമ്മളും നാരായണാസ്ത്രത്തെ തന്നെ തൊടുക്കണം. ഏതാ?
ഭഗവാന്റെ നാമം തന്നെ അസ്ത്രം. എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന, എല്ലാ പ്രശ്നങ്ങളും നശിപ്പിക്കുന്ന, നമ്മുടെ ചുറ്റുപാടുള്ള ഏത് ശത്രുക്കളെയും ഏത് പ്രശ്നങ്ങളെയും ഇല്ലാതെയാക്കുന്നതായിട്ടുള്ള അസ്ത്രങ്ങൾ തന്നെയാണ് ഭഗവാന്റെ നാമങ്ങൾ. അച്യുതാനന്ദ ഗോവിന്ദ എന്നുള്ളതായിട്ടുള്ള ഭഗവാന്റെ 3 നാമങ്ങൾ. അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ. ഈ 3 നാമങ്ങൾ അത് അസ്ത്രമന്ത്രങ്ങളാണ്. അത് എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നതായിട്ടുള്ള ശക്തിയുള്ളതായിട്ടുള്ള മന്ത്രങ്ങളാണ്. അപ്പൊ ആ മന്ത്രം ജപിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ധ്രുവൻ നാരായണാസ്ത്രം തൊടുത്തു എന്ന് കഥയില്. ഈ നാരായണാസ്ത്രമാണ് വാസ്തവത്തില് ആത്യന്തികമായിട്ടുള്ള ദുഃഖ നിവൃത്തിക്കുള്ള മാർഗം. മറ്റേ നാരായണാസ്ത്രം കൊണ്ട് ശത്രുക്കൾ തൽക്കാലം നശിക്കും, വീണ്ടും വേറെ ശത്രുക്കൾ ഉണ്ടായി വരും, പിന്നെയും തുടങ്ങാം യുദ്ധം. ആ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല. ഭൗതികമായിട്ടുള്ള യുദ്ധം, ആയുധങ്ങളെ കൊണ്ടുള്ള യുദ്ധം ഒരിക്കൽ തുടങ്ങി വെച്ചാൽ പിന്നെ ഒരിക്കലും അത് അവസാനിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് വാസ്തവത്തിൽ നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനത്തോടാണ്, അജ്ഞാന നിർമ്മിതമായ രാഗദ്വേഷങ്ങളോടാണ്, കാമക്രോധാദികളോടാണ്. അവരാണ് ഏറ്റവും വലിയ ശത്രുക്കൾ. ആ ശത്രുക്കളെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം ഈശ്വരമയമാണ്. ചുറ്റുപാടും കാണുന്നതെല്ലാം യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, എല്ലാം നാരായണമയമായി കാണാം. സർവം വിഷ്ണുമയം ജഗത്. അപ്പോ ഇവിടെ നാരായണ മന്ത്രം കൊണ്ട് ശമം പ്രാപിക്കേണ്ടതായിട്ടുള്ള ധ്രുവൻ നാരായണ അസ്ത്രം കൊണ്ട് യക്ഷന്മാരുടെ നേരെ പ്രയോഗിച്ചു. സന്തതേ സന്ധീയമാനേ ഏതസ്മിൻ മായാ ഗുഹ്യക നിർമ്മിതാഃ ക്ഷിപ്രം വിനേശുർവിദുര ക്ലേശാജ്ഞാനോദയേ യഥാ. സന്ധീയമാനേ ഏതസ്മിൻ, അവിടെ മാനേ എന്നുള്ളതിലെ ഏകാരം ലോപിച്ചു പോയതാണ്. എ എന്നുള്ള സ്വരാക്ഷരം വന്നപ്പോൾ. അപ്പൊ ഏതസ്മിൻ സന്ധീയമാനേ സതി, ഈ അസ്ത്രം നാരായണാസ്ത്രം സന്ധാനം ചെയ്തപ്പോൾ, തൊടുത്തപ്പോൾ എന്നർത്ഥം. നാരായണാസ്ത്രം തൊടുത്തപ്പോൾ ഗുഹ്യക നിർമ്മിതാഃ മായാഃ ജ്ഞാനോദയേ ക്ലേശാഃ ഇവ ക്ഷിപ്രം വിനേശു. ആ ഗുഹ്യകന്മാരാൽ നിർമ്മിതമായ, ഗുഹ്യകന്മാരെന്നാൽ ഇവിടെ യക്ഷന്മാര്, ആ യക്ഷന്മാരാൽ നിർമ്മിതമായ മായ, അവരുടെ മായകളെല്ലാം മായാഹ അല്ലയോ വിദുര ജ്ഞാനോദയേ ക്ലേശാഹ ഇവ ക്ഷിപ്രം വിനേശു. ജ്ഞാനോദയമുണ്ടാകുമ്പോൾ ക്ലേശങ്ങൾ എങ്ങനെ നശിക്കുന്നുവോ അതുപോലെ പെട്ടെന്ന് നശിച്ചു എന്നർത്ഥം. അപ്പൊ ഇവിടെയും ധ്രുവന്റെ ഉള്ളില് ജ്ഞാനോദയം ഉണ്ടായിരുന്നെങ്കിൽ ധ്രുവന്റെ ഉള്ളിലുള്ള മായകളൊക്കെ നശിച്ചേനെ, ധ്രുവന്റെ ഉള്ളിലുള്ള ക്ലേശങ്ങളൊക്കെ നശിച്ചേനെ. ഈ ഗുഹ്യകന്മാർ പ്രയോഗിച്ച മായയെല്ലാം നാരായണാസ്ത്രത്തിന്റെ മുമ്പിൽ നിഷ്പ്രഭമായി നശിച്ചുപോയി എന്ന് പറയുന്നതിന് ഉദാഹരണം പറഞ്ഞത് ജ്ഞാനോദയമുണ്ടാകുമ്പോൾ ക്ലേശങ്ങൾ നശിക്കുന്നു എന്നാണ്. ഏതാ അവിടുത്തെ യഥാർത്ഥ ജ്ഞാനോദയം? അഹം ബ്രഹ്മാസ്മി, ഈശാവാസ്യം ഇതം സർവം, സർവം ഖൽവിതം ബ്രഹ്മ. ഇതാണ് ജ്ഞാനം. ഈ ജ്ഞാനം ഉദിക്കുമ്പോ എന്താണ് ക്ലേശങ്ങൾ? ക്ലേശങ്ങളെ പഞ്ചക്ലേശങ്ങളായി പറഞ്ഞിരിക്കുന്നു. പഞ്ചക്ലേശങ്ങൾ നമുക്ക് ദുഃഖമുണ്ടാക്കുന്നത് 5 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, ഭയം. അവിദ്യ എന്ന് പറഞ്ഞാല് തത്വം അറിയായിക തന്നെയാണ്, ജ്ഞാനമില്ലായ്മ തന്നെയാണ്. ആ അവിദ്യയുടെ ഫലമായിട്ട് അസ്മിതയുണ്ടാകുന്നു. അസ്മിത എന്ന് പറഞ്ഞാല് എന്റേത് എന്നുള്ള ഭാവം. അപ്പൊ അവിദ്യ എന്താണ്? അവിദ്യ തത്വം അറിയാത്തതുകൊണ്ട്, ഞാൻ ആരെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഈ ദേഹമാണെന്ന് കരുതുന്നതാണ് ആദ്യത്തെ അവിദ്യ. ഈ ദേഹം ഞാനാണെന്ന് കരുതുന്നതോടുകൂടി ഈ ദേഹത്തോട് ബന്ധപ്പെട്ടതെല്ലാം എന്റേത്. അപ്പൊ ധ്രുവന് തന്റെ ദേഹത്തിലുള്ള അഭിമാനം കൊണ്ട് തന്നെയാണ് തന്റെ ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള അനുജനായ ഉത്തമനോടുള്ള മമത, അസ്മിത. ആ അസ്മിത രാഗമായി പരിണമിച്ചു, ഉത്തമനോടുള്ള സ്നേഹമായി മാറി. അപ്പോ ആ രാഗത്തിന് തടസ്സമുണ്ടായി, യക്ഷൻ ഉത്തമനെ വധിച്ചു. അപ്പോ ദ്വേഷമായി പരിണമിച്ചു ആ രാഗം.
ഉത്തമനോടുള്ള രാഗം യക്ഷനോടുള്ള ദ്വേഷമായി മാറി. അതിൻ്റെ തന്നെയാണ് ദ്വൈതഭാവം. ദ്വൈതത്തിൽ നിന്നുണ്ടാവുന്നത് തന്നെയാണ് പരസ്പരമുള്ളതായിട്ടുള്ള ഭയം. ശത്രുതയും ഭയവും ഒക്കെ അതിൻ്റെ ഫലമാണ്. അപ്പൊ ഇങ്ങനെ പഞ്ചക്ലേശങ്ങൾ, അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, ഭയം, ഇത് ജ്ഞാനമുണ്ടാകുമ്പോൾ പോകുന്നു എന്ന് പറഞ്ഞാലോ, ജ്ഞാനം സർവം ബ്രഹ്മമയം എന്നുള്ള ആ ബ്രഹ്മം തന്നെയാണ് ഞാനെന്നുള്ള അറിവാണ് ജ്ഞാനം. അപ്പൊ ഭേദബുദ്ധി ഇല്ലാതാവുന്നു. അതോടുകൂടി അവിദ്യയും അസ്മിതയും രാഗദ്വേഷങ്ങളും ഭയവുമെല്ലാം ഇല്ലാതെയാകുന്നു. ഇതാണ് വാസ്തവത്തില് ഉണ്ടാവേണ്ടത്, നാരായണ സ്മരണ കൊണ്ട് സംഭവിക്കേണ്ടത്. പക്ഷെ രജോഗുണ സമ്പന്നനായിട്ടുള്ള ധ്രുവൻ നാരായണ അസ്ത്രം തൊടുത്ത് ഗന്ധർവന്മാരുടെ മായയെ ഇല്ലാതെയാക്കി എന്ന് കഥ. ആ കഥയിൽ നിന്നും നമുക്ക് അധ്യാത്മമായിട്ട് പഠിക്കാനുള്ളത്, നമ്മുടെ ഉള്ളിലെ ഈ നാരായണാസ്ത്രം നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള അജ്ഞാനത്തെ നശിപ്പിച്ച് നമ്മുടെ ഉള്ളിലുള്ള പഞ്ചക്ലേശങ്ങളെ നശിപ്പിച്ചാൽ എല്ലാ മായയും അസ്തമിച്ചു. എല്ലാ മായയ്ക്കും കാരണം ഈ പഞ്ചക്ലേശങ്ങളാണ്. എന്നുവെച്ചാൽ നമ്മുടെ പ്രവൃത്തികൾക്കൊക്കെ കാരണം, നമ്മുടെ എല്ലാ മൂഢതയ്ക്കും തെറ്റിദ്ധാരണകൾക്കൊക്കെ കാരണം നമ്മുടെ ഈ പഞ്ചക്ലേശങ്ങളാണ്. അതിൽ അവിദ്യയാണ് ഏറ്റവും ആദ്യത്തെ. സന്ധീയമാനേയേ തസ്മിൻ മായാ ഗുഹ്യക നിർമ്മിതാഃ ക്ഷിപ്രം വിനേശുർവിദുര ക്ലേശാ ജ്ഞാനോദയേയതാ. ജ്ഞാനോദയത്തിൽ ക്ലേശങ്ങൾ നശിക്കും പോലെ മായയെല്ലാം നശിച്ചു. തസ്യാർഷാസ്ത്രം ധനുഷി പ്രയുഞ്ജതഃ സുവർണപുംഗാ കളഹംസവാസസഃ വിനിസൃത ആവിവിശുർദ്വിഷദ്ബലം യഥാ വനം ഭീമരവാ ശിഖണ്ഡിനഃ. തസ്യ ആർഷാസ്ത്രം ധനുഷി പ്രയുഞ്ജതഃ. തസ്യ അവൻ എന്ത് ചെയ്യായിരുന്നു? ആർഷാസ്ത്രം ധനുഷി പ്രയുഞ്ജതഃ. ആർഷാസ്ത്രം എന്ന് പറഞ്ഞാൽ ഋഷിയുടേതായ അസ്ത്രം, നാരായണ ഋഷിയുടെ അസ്ത്രം. ആ നാരായണ ഋഷിയാൽ നിർമ്മിതമായ അസ്ത്രത്തെ ധനുഷി വില്ലിൽ പ്രയുഞ്ജതഃ പ്രയോഗിക്കുന്നവന്റെ, അങ്ങനെ പ്രയോഗിക്കുന്നവന്റെ സുവർണപുങ്കാഹ, സുവർണപുങ്കങ്ങൾ എന്നാൽ സ്വർണ നിർമ്മിതമായ പിടി, എന്തിന്റെ? അസ്ത്രത്തെ വിശേഷിപ്പിക്കുകയാണ്. സ്വർണപ്പിടികളോടുകൂടിയതായിട്ടുള്ള കളഹംസവാസസഹ, നല്ല ഹംസങ്ങളുടെ തൂവലുകളാണ് ഈ അസ്ത്രത്തിന്റെ പുറകിൽ അലങ്കാരമായി വസ്ത്രം പോലെ പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ വാസസ്സായിട്ട് ആച്ഛാദനം ചെയ്തിരിക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഹംസങ്ങളുടെ തൂവൽ കെട്ടിയത്, ഹംസങ്ങളുടെ തൂവൽ പിടിപ്പിച്ചതാണ് ഈ അസ്ത്രങ്ങൾ. ആർഷാസ്ത്രം ധനുഷി പ്രയുഞ്ജതഃ തസ്യ സുവർണ പുങ്കാഹ, സ്വർണപ്പിടികളോടുകൂടിയ അസ്ത്രങ്ങൾ, ആ അരയന്നങ്ങളുടെ തൂവലോടുകൂടി വിനിസൃതാഹ ശരാഹ, പുറപ്പെട്ടു ആ ശരങ്ങൾ എന്നർത്ഥം. ഇവിടെ ശരാഹ എന്നുള്ള പ്രയോഗം ഇല്ല, എങ്കിലും നമ്മളവിടെ ചേർത്തെടുക്കുകയാണ്. ആ ശരങ്ങൾ പുറപ്പെട്ടു, വിനിസൃതാഹ. എങ്ങനെ? ദിഷദ്ബലം ആവിവിശു, ദിഷദ്ബലം ദേഷിക്കുന്നവരുടെ സൈന്യത്തിലേക്ക്, ശത്രു സൈന്യത്തിലേക്ക് ആവിവിശു പ്രവേശിച്ചു. കൂട്ടത്തോടുകൂടെ അനേക അസ്ത്രങ്ങളായിട്ടാണ് പ്രവേശിക്കുന്നത്. ഒരൊറ്റ അസ്ത്രമാണ് പ്രയോഗിച്ചതെങ്കിലും എത്ര ശത്രുക്കളുണ്ടോ ആ ശത്രുക്കളുടെയൊക്കെ നേരെ അനേക അസ്ത്രങ്ങൾ കൂട്ടമായിട്ട് പോവുകയാണ്. അത് കാണുമ്പോൾ ഏതുപോലെ? ഭീമരവാഹ ശിഖണ്ഡിനഃ വനം യഥാ. ഭീമരവാഹ ശിഖണ്ഡിനഃ, ശിഖണ്ഡി എന്നുള്ളത് മയിലിന്റെ പര്യായമാണ്. തലയിൽ ശിഖ, കുടുമ ഉള്ളത് കൊണ്ട് എന്ന് വേണം പറയാം. ശിഖി എന്നും പേരുണ്ട്, ഇവിടെ ശിഖണ്ഡി എന്നും പറയുന്നുണ്ട്. അപ്പൊ ശിഖണ്ഡികൾ എന്നത് ഇവിടെ മയിലുകളെ സൂചിപ്പിച്ചതാണ്. ശിഖണ്ഡിനഃ വനം യഥ, കാട്ടിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് മയിലുകൾ ഭീമരവാഹ, ഭയങ്കര ശബ്ദത്തോടുകൂടി പ്രവേശിക്കുന്നത് പോലെ. മയിലുകൾ പറക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അസ്ത്രം ഇട്ട പോലെ വേഗത്തിലാണ് അവർ പോവുക. അവരുടെ മുൻവശം വലിയ കഴുത്തും അതിൻ്റെ കൂർത്ത കൊക്കും വളരെ നീണ്ട് മുന്നിലേക്ക് നിൽക്കുന്നുണ്ടാവും. പുറകിലേക്ക് അതിൻ്റെ വലിയ ശരീരവും അതിൻ്റെ തൂവലുകളും വാലുകളും ചിറകുമൊക്കെ പുറകിലേക്കാക്കിക്കൊണ്ട്.
അപ്പം അസ്ത്രം പാഞ്ഞു പോകുന്നത് പോലെ തന്നെയാണ് അവരുടെ പോക്ക്. അത് കാട്ടിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് മയിലുകൾ ഭയങ്കര ശബ്ദത്തോടുകൂടി പ്രവേശിക്കും പോലെ സീൽക്കാര ശബ്ദത്തോടുകൂടെ ഇദ്ദേഹം പ്രയോഗിച്ചതായിട്ടുള്ള അസ്ത്രങ്ങൾ ആ ഹംസങ്ങളുടെ തൂവലുകൾ കൊണ്ട് അലങ്കൃതമായിട്ട് ഈ ശത്രുക്കളുടെ സൈന്യത്തിലേക്ക് പാഞ്ഞു ചെന്നു. തസ്യാർഷാസ്ത്രം ധനുഷി പ്രയുഞ്ജതഃ സുവർണപുംഗാകളഹംസവാസസഃ വിനിസൃത ആവിവിശുർദിഷദ്ബലം യഥാവനം ഭീമരവാശികണ്ഡിനഃ തൈസ്തിഗ്മധാരൈഃ പ്രദനേ ശിലീമുഖൈഃ ഇതസ്തതഃ പുണ്യജനാ ഉപദ്രുതാഃ തമഭ്യധാവൻ കുപിതാ ഉദായുധാഃ സുവർണമുന്നദ്ദബണായിവാഹയഃ. അപ്പൊ ഇവന്റെ തിഗ്മധാരൈഹി തൈഹി ശിലീമുഖൈഹി. തിഗ്മധാര എന്നൊക്കെ പറഞ്ഞാല് മൂർച്ചയേറിയ തീക്ഷ്ണമായ ധാരയോടുകൂടിയത്, മൂർച്ചയേറിയ ധാരയോടുകൂടിയതായിട്ടുള്ള തൈഹി ശിലീമുഖൈഹി. ശിലീമുഖം എന്നുള്ളത് അസ്ത്രത്തിന്റെ പര്യായം തന്നെയാണ്, ബാണത്തിന്റെ പര്യായം തന്നെയാണ്. അപ്പൊ മൂർച്ചയേറിയ ധാരകളോടുകൂടിയ അസ്ത്രങ്ങളാൽ പ്രദനേ ഇതസ്തതഃ ഉപദ്രുതാഃ പുണ്യജനാഹ. പ്രദനം എന്നത് യുദ്ധത്തിന്റെ പര്യായമാണ്. അപ്പൊ പ്രദനെ യുദ്ധത്തിൽ, ഇതസ്തതഃ ഉപദ്രുതാഹ അവിടെയും ഇവിടെയും ഓടിപ്പിക്കപ്പെട്ടവർ, തുരത്തി ഓടിപ്പിക്കപ്പെട്ടവർ, ഛിന്ന ഭിന്നമായി പായുകയാണ് ഈ യക്ഷ സൈന്യം. ഇതസ്തതഃ ഇവിടെയും അവിടെയും എന്ന് ഉപദ്രുതാഹ ഓട്ടിക്കപ്പെട്ടതായിട്ടുള്ള പുണ്യജനാഹ യക്ഷന്മാര്, കുപിതാഹ അവര് കോപിച്ച് എവിടെ പോയാലും രക്ഷയില്ല അവന്റെ അസ്ത്രങ്ങൾ പുറകെ വന്നിട്ട്, അപ്പൊ പിന്നെ എന്ത് ചെയ്യാ, നേരിട്ട് തന്നെ ആക്രമിക്കാമെന്ന് തീരുമാനിച്ച് കുപിതാഹ ഉദായുധാഹ ഉയർത്തിപ്പിടിച്ച ആയുധങ്ങളോടുകൂടിയവരായിട്ട് ഉന്നദ്ദബണ അഹയഃ സുവർണം ഇവ തം അഭ്യതാവൻ. ഉന്നദ്ദബണാഹ അഹയഃ അഹികൾ, പാമ്പുകൾ, സർപ്പങ്ങൾ, ഉന്നദ്ദബണാഹ ഉയർത്തിപ്പിടിച്ച പണത്തോടുകൂടെ പടമെടുത്തുകൊണ്ട് ഉയർത്തിപ്പിടിച്ചു വരുന്ന പാമ്പുകളെ പോലെ. ആരുടെ നേർക്ക്? സുവർണം ഇവ ഗരുഡന്റെ നേർക്ക് പാമ്പുകൾ പാഞ്ഞു വന്നാൽ എന്തായിരിക്കും പാമ്പുകളുടെ ഗതി? അതുപോലെ തം അഭ്യതാവൻ അവന്റെ നേർക്ക് പാഞ്ഞു വന്നു. ഇപ്പൊ ഗതികെട്ടവര് ദേഷ്യം കൊണ്ട് അവന്റെ നേരെ പാമ്പുകൾ ചീറ്റി വരുന്നത് പോലെ, പടമെടുത്ത് വരുന്നത് പോലെ പാഞ്ഞു വന്നു എന്നാണ്. ആരുടെ നേർക്ക്? ഗരുഡന്റെ നേർക്ക് പാമ്പുകൾ വരുന്നത് പോലെ. എന്ന് വെച്ചാലോ, ഗരുഡന്റെ അടുത്തേക്ക് പാമ്പുകൾ വന്നാൽ അവരുടെ പണി കഴിഞ്ഞു. കൊക്കുകൊണ്ട് കൊത്തിയെടുത്തും നഖങ്ങൾ കൊണ്ട് മാന്തി കീറിയും ചിറകുകൾ കൊണ്ട് അടിച്ചു തെറിപ്പിച്ചും എത്ര കൂട്ടം സർപ്പങ്ങൾ വന്നാലും ഗരുഡൻ അവയൊക്കെ നശിപ്പിച്ചു കളയും. അപ്പൊ ഗരുഡനോട് ഉപമിച്ചിരിക്കുന്നു ധ്രുവനെ, പാമ്പുകളോട് ഉപമിച്ചിരിക്കുന്നു ഈ ഗുഹ്യകന്മാരെ, യക്ഷന്മാരെ. അവരെങ്ങനെ പാഞ്ഞു വന്നു എന്നാണ്. തൈസ്തിഗ്മധാരൈഃ പ്രദനേ ശിലീമുഖൈഃ ഇതസ്തതഃ പുണ്യജനാ ഉപദ്രുതാഃ തമഭ്യധാവൻ കുപിതാ ഉദായുധാഃ സുവർണമുന്നദ്ദബണായിവാഹയഃ. സതാൻ പൃഷക്തൈരഭിധാവതോ മൃധേ നികൃത്ത ബാഹൂരുശിരോധരോദരാൻ നിനായ ലോകം പരമർക്കമണ്ഡലം വ്രജന്തി നിർഭിദ്യയം ഊർധ്വരേതസഃ. ഇവിടെ സഹ എന്ന് പറഞ്ഞാൽ അവൻ, ആ ധ്രുവനാകട്ടെ, മൃതേ അഭിധാവതഃ താൻ, മൃതേ യുദ്ധം തന്നെ, പ്രധനവും മൃതവും ഒക്കെ യുദ്ധം തന്നെയാണ്. ഇവിടെ മൃതേ യുദ്ധത്തിൽ, അഭിധാവതഃ താൻ തന്റെ നേർക്ക് പാഞ്ഞു വരുന്ന അവരെ, അഭിധാവനം ചെയ്യുക, തന്റെ നേർക്ക് വരിക. അപ്പൊ തന്റെ നേർക്ക് പാഞ്ഞു വരുന്നതായിട്ടുള്ള അവരെ പൃഷക്തൈഹി നികൃത്ത ബാഹൂരു ശിരോധരോദരാൻ പരം ലോകം നിനായ ഊർധ്വരേതസഃ അർക്കമണ്ഡലം നിർഭിദ്യ യം വ്രജന്തി. ഇവിടെ പൃഷക്തങ്ങൾ എന്നത് അസ്ത്രങ്ങളുടെ പര്യായം തന്നെയാണ്. പൃഷക്തൈഹി എന്ന് പറഞ്ഞാൽ ബാണങ്ങളാൽ, നികൃത്ത ബാഹു ഊരു ശിരോധര ഉദരാൻ. നികൃത്തം നികൃന്ദനം ചെയ്യുക, മുറിക്കുക. അപ്പൊ മുറിവേൽപ്പിച്ചു. എന്തൊക്കെ മുറിച്ചു? ബാഹു അവരുടെ കൈകളെ മുറിച്ചു, ഊരു അവരുടെ തുടകളെ മുറിച്ചു, ശിരോധരം കഴുത്ത്, ശിരസിനെ ധരിക്കുന്നത് കഴുത്ത്, ശിരോധരം. അപ്പൊ ശിരോധരത്തെ, കഴുത്തിനെ മുറിച്ചു. ഉദരമെന്നാൽ വയറ് അല്ലെങ്കിൽ മാറ് ഒക്കെ പിളർന്നുകൊണ്ട്,
ഉദരത്തെയും പിളർക്കുന്നവരായിട്ട് എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഈ പറഞ്ഞ അവയവങ്ങളൊക്കെ ഛേദിക്കപ്പെട്ടവരായിട്ട് നികൃത്ത ബാഹൂരു ശിരോധരോധരാൻ അവരെ പരം ലോകം നിനായ പരം ലോകത്തേക്ക് നയിച്ചു, പരലോകത്തേക്ക് പറഞ്ഞയച്ചു എന്നർത്ഥം. അപ്പൊ തന്റെ നേരെ പാഞ്ഞു വന്ന ഈ ഗുഹ്യക സൈന്യത്തെ തന്റെ ബാണങ്ങളെ കൊണ്ട് അവരുടെ അവയവങ്ങളെയൊക്കെ ഛേദിച്ചുകൊണ്ട് അവരെയൊക്കെ പരലോകത്തേക്ക് പറഞ്ഞയച്ചു. നേരിട്ട് വന്നവരായതുകൊണ്ട് അവർക്ക് വീരസ്വർഗം ലഭിക്കും. അപ്പോ ഇവിടെ പറയുന്നു, അതിനെ തന്നെയാണ് ഊർധ്വരേതസഹ അർക്കമണ്ഡലം നിർഭിദ്യ യം വ്രജന്തി. ഊർധ്വരേതസ്സുകളായ മുനിമാർ, നൈഷ്ഠിക ബ്രഹ്മചാരിമാരായ യോഗികൾ അർക്കമണ്ഡലം നിർഭിദ്യ സൂര്യമണ്ഡലത്തെ ഭേദിച്ച് യം വ്രജന്തി ഏതൊരു ലോകത്തേക്ക് പോകുന്നുവോ, ഏതൊരു ഊർധ്വലോകത്തേക്ക് പോകുന്നുവോ ആ ലോകത്തെ ഇവരെ നയിച്ചു, ആ ലോകത്തേക്ക് ഇവരെയും പറഞ്ഞയച്ചു. അപ്പൊ ആ വീരന്മാരായിട്ടുള്ളവരെയൊക്കെ ധ്രുവൻ തന്റെ അസ്ത്രങ്ങളെ കൊണ്ട് മുറിച്ച് അവരെയൊക്കെ പരലോകത്തേക്ക് അയച്ചു. യോഗികൾ പോകുന്നതായിട്ടുള്ള, യോഗികൾക്ക് കിട്ടുന്നതായിട്ടുള്ള വലിയ ഗതിയാണ് ഇവർക്കൊക്കെ കിട്ടിയത് എന്ന് പറയണം, സൂചിപ്പിക്കുകയാണ്. സ്വതാൻ പൃഷക്തൈരഭിധാവതോ മൃദേ നികൃത്ത ബാഹൂരു ശിരോധരോധരാൻ നിനായ ലോകം പരം അർക്കമണ്ഡലം വ്രജന്തി നിർഭിദ്യ യം ഊർധ്വരേതസഃ താൻ ഹന്യമാനാൻ അഭിവീക്ഷ്യ ഗുഹ്യകാൻ അനാഗസശ്ചിത്രരഥേന ഭൂയസ ഔത്താനപാദിം കൃപയാ പിതാമഹോ മനുർജഗാദോപഗത സഹർഷിഭിഃ. താൻ ഹന്യമാനാൻ അഭിവീക്ഷ്യ ഗുഹ്യകാൻ അനാഗസഃ ചിത്രരഥേന ഭൂയസ. ചിത്രരഥൻ എന്നത് ധ്രുവനെ വിശേഷിപ്പിച്ചതാണ്. വിചിത്രമായ രഥത്തോടു കൂടിയവൻ, ആശ്ചര്യജന്യമായിട്ടുള്ള അത്ഭുതമായിട്ടുള്ള രഥത്തിൽ സഞ്ചരിക്കുന്നവൻ ചിത്രരഥൻ. അപ്പൊ ചിത്രരഥനായ ധ്രുവനാൽ ഭൂയസ ഹന്യമാനാൻ, ഭൂയസ എന്ന് വെച്ചാലോ ചിത്രരഥേന ഭൂയസ എന്നുള്ളത് ബലവാനായിട്ടുള്ളവനാൽ, ഭൂയസ ചിത്രരഥേന, ഭൂയസ് എന്നുള്ളത് അവന്റെ വർദ്ധിച്ച ശക്തിയെ സൂചിപ്പിക്കുന്നു. ബലവാനായിട്ടുള്ള ചിത്രരഥനാൽ ഹന്യമാനാൻ ഹനിക്കപ്പെടുന്നവരായിട്ടുള്ള അനാഗസഹ ഗുഹ്യകാൻ അഭിവീക്ഷ്യ, ഗുഹ്യകന്മാരെ യക്ഷന്മാരെ അവരെങ്ങനെയുള്ളവര്? അനാഗസ്സുകൾ. അനാഗസ്സുകൾ എന്ന് പറഞ്ഞാല് ആഗസ് അപരാധം പാപം, അനാഗസ്സുകളോ പാപം ചെയ്യാത്തവർ, നിരപരാധികൾ. അപ്പൊ നിരപരാധികളായിട്ടുള്ള യക്ഷന്മാരെ കൊല്ലപ്പെടുന്നതായിട്ട് അഭിവീക്ഷ്യ കണ്ടിട്ട് പിതാമഹ, ഇവിടെ പിതാമഹൻ ധ്രുവന്റെ പിതാമഹൻ. ധ്രുവന്റെ പിതാമഹൻ ആരാണ്? ധ്രുവന്റെ പിതാവ് ഉത്താനപാദൻ, ഉത്താനപാദന്റെ അച്ഛൻ മനു, സ്വയംഭുവ മനു. ആ സ്വയംഭുവ മനു ഈ പേരക്കുട്ടിയുടെ കൊച്ചുമകന്റെ ഈ കൊള്ളരുതാത്ത പ്രവൃത്തി കണ്ടിട്ട് സഹർഷിഭിഹി ആണ് പിതാമഹ മനു, പിതാമഹനായ മനു സഹർഷിഭിഹി ഋഷിമാരോടുകൂടി പ്രജാപതിമാരോടൊക്കെ കൂടെ ഉപഗത സമീപത്ത് വന്നു. എന്നിട്ട് കൃപയാ ഔത്താനപാദിം ജഗാദ, കൃപയോടുകൂടെ ദയയോടുകൂടെ കാരുണ്യത്തോടുകൂടെ ആ ഉത്താനപാദ പുത്രനോട് ഇപ്രകാരം ഗതിച്ചു, ഗതനം ചെയ്തു, പറഞ്ഞു. ജഗാദ. അപ്പോ ആ മനു ഇറങ്ങി വന്നുകൊണ്ട് ധ്രുവന്റെ അടുത്തേക്ക് വന്ന്, ധ്രുവൻ ഇങ്ങനെ നിരപരാധികളായിട്ടുള്ള യക്ഷന്മാരെ കൊന്നൊടുക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് സഹിച്ചില്ല. തന്റെ പൗത്രൻ ഇത്രയും വലിയൊരു അധർമ്മം ചെയ്യുന്നത് കണ്ടിട്ട് പിതാമഹനായിട്ടുള്ള മനുവിന് സഹിച്ചില്ല. അദ്ദേഹം ഇറങ്ങി വന്നു. ആ മനുവിന്റെ വാക്കുകളാണ് തുടർന്ന് ഈ അധ്യായം മുഴുവൻ. 7-ാം ശ്ലോകം മുതൽക്ക് അവസാനം വരെ 35-ാം ശ്ലോകം വരെയും 29 ശ്ലോകങ്ങൾ മനുവിന്റെ ഉപദേശമാണ്. ആർക്ക്? ധ്രുവന്. അതുതന്നെയാണ് ഈ ധ്രുവചരിതത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഭാഗം. ധ്രുവചരിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ മനു ധ്രുവന് കൊടുക്കുന്നതായിട്ടുള്ള ഉപദേശം. അതിന്റെ തത്വം എവിടുന്നാണ് വന്നിരിക്കുന്നത്? ധ്രുവൻ ചെയ്ത സ്തുതിയിൽ തന്നെ ഉണ്ട്. അപ്പൊ ധ്രുവസ്തുതിയും മനു ധ്രുവന് ചെയ്യുന്ന ഉപദേശവും തമ്മിൽ വ്യത്യാസമില്ല.
ഒന്ന് സ്തുതി രൂപത്തില്, മറ്റൊന്ന് ഉപദേശ രൂപത്തില്. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ ധ്രുവന്റെ ഉള്ളില് സ്തുതി രൂപത്തില് മുമ്പ് ഭഗവാനെ സ്തുതിച്ച ആശയങ്ങളൊക്കെ കിടപ്പുണ്ട്. പക്ഷെ ഇപ്പൊ അത് അദ്ദേഹം മറന്നുകൊണ്ട് തന്റെ രജോ ഗുണം കൊണ്ട് വലിയ അധർമ്മം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ അവിവേകിയായ പൗത്രനെ അധർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ധർമ്മം അനുഷ്ഠിക്കാൻ പ്രേരിപ്പിക്കാനായിക്കൊണ്ടാണ് മനു ഇറങ്ങി വന്നത്. ധർമ്മബോധം തന്നെയാണ് ഇവിടെ മനു ഇറങ്ങി വന്നു. ആ മനു പറയുന്ന വാക്കുകൾ നോക്കാം. മനുരുവാച അലം വത്സാതിരോഷേണ തമോദ്വാരേണ പാപ്മന തേന പുണ്യജനാൻ ഏതാൻ അവധീഹി ത്വം അനാഗസഃ. ആദ്യം തന്നെ പറയുന്നത് അലം, മതിയാക്കൂ, മതി മതി എന്നാണ്. ഹേ വത്സ, മോനെ, ബാലക, കുട്ടി, മതിയാക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് തന്നെ. അലം വത്സ അതിരോഷേണ, നിന്റെ ഈ വർദ്ധിച്ച രോഷം കൊണ്ട് മതി. അനാവശ്യമായിട്ടുള്ള രോഷമാണ് നീ പ്രകടിപ്പിക്കുന്നത്. ഈ അതിരോഷത്തെ നീ വെടിയൂ. എന്താ കാരണം? അത് തമോദ്വാരമാണ്. പാപ്മന, പാപിയാണ് ആ രോഷം. തമോദ്വാരേണ പാപ്മന അതിരോഷേണ അലം. ഇപ്പൊ പാപ്മന എന്നാൽ പാപിയായതും തമോദ്വാരം നരകത്തിലേക്കുള്ള കവാടമായിരിക്കുന്നതുമായിട്ടുള്ള നിന്റെ അതിരോഷം, അതിക്രോധം മതിയാക്കൂ. അലം അലം. കാരണം ഏതൊന്ന് കാരണമായിട്ട്, ആ അതിരോഷം കാരണമായിട്ടാണ് നീ എന്ത് ചെയ്തു? പുണ്യജനാൻ ഏതാൻ അവധീഹി ത്വം. ത്വം അവധീഹി, നീ വധിച്ചു. നീ വധിച്ചു കളഞ്ഞു. ആരെ? ഏതാൻ പുണ്യജനാൻ, ഈ യക്ഷന്മാരെ, ഈ ഗുഹ്യകന്മാരെ, പുണ്യജനങ്ങൾ എന്നറിയപ്പെടുന്ന യക്ഷന്മാരെ നീ വധിച്ചു. എങ്ങനെയുള്ളവരെ? അനാഗസഹ, അനാഗസ്സുകൾ, ആഗസ്സില്ലാത്തവർ, അപരാധമില്ലാത്തവർ, നിരപരാധികളായിട്ടുള്ള യക്ഷന്മാരെയാണ് നീ വധിച്ചു കളഞ്ഞത്. അതിന് കാരണം അവരല്ല, നിന്റെ ഉള്ളിലുള്ള അനാവശ്യമായിട്ടുള്ള കോപമാണ്. അപ്പൊ നിന്നെ നരകത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള പാപിയായ ഈ രോഷത്തിൽ നിന്ന് നീ പിന്തിരിഞ്ഞാലും മതിയാക്കിയാലും ആ രോഷം കൊണ്ടാണ് നീ നിരപരാധികളായിട്ടുള്ള യക്ഷന്മാരെ, ഒരുപാട് പേരെ നീ വധിച്ചു കളഞ്ഞത്, കൊള്ളരുതായ്മ ചെയ്തത്. അലം വത്സാതിരോഷേണ തമോദ്വാരേണ പാപ്മന യേന പുണ്യജനാനേതാൻ അവധീസ്ത്വം അനാഗസഃ. നാസ്മത്കുലോചിതം താത കർമ്മൈതത് സദ്വിഗർഹിതം വദോ യദുപദേവാനാം ആരബ്ധസ്തേ അകൃതൈനസാം. പറയണു, ഇത് നമ്മുടെ കുലത്തിന് ചേർന്ന പണിയല്ല നീ ചെയ്യുന്നത്. നമ്മുടെ കുലം എന്നാൽ മാനവകുലം, മനുഷ്യകുലം തന്നെയാണ്, മനുവിന്റെ വംശം തന്നെയാണ് നമ്മളൊക്കെ. അപ്പൊ മാനവകുലത്തിന് ചേർന്നതല്ല, വിവേകമുള്ളവർക്ക് ചേർന്ന പണിയല്ല നീ ചെയ്യുന്നത്. നാസ്മത് കുലോചിതം താത കർമ്മൈതത് സദ്വിഗർഹിതം. എന്താ കാരണം? വധോ യത് ഉപദേവാനാം ആരബ്ധഃ തേ അകൃതൈനസാം. അകൃതൈനസാം, ഏനസ് പാപമാണ്. അകൃതൈനസ്സുകൾ അപരാധം ചെയ്യാത്തവർ, അകൃതമായ ഏനസ്സോട് കൂടിയവർ. നകൃതം ഏനഹ, ഒരു അപരാധവും ചെയ്യാത്ത അകൃതൈനസ്സുകളായ ഉപദേവാനാം, ഉപദേവന്മാര്, യക്ഷന്മാര്. അപ്പൊ അകൃതൈനസാം ഉപദേവാനാം വധഃ തേ ആരബ്ധഃ യത്. ഈ യക്ഷന്മാരുടെ വധം നിന്നാൽ ആരംഭിക്കപ്പെട്ടു എന്നിട്ടുള്ളത് സദ്വിഗർഹിതം ഏതത് കർമ്മ അസ്മത് കുലോചിതം ന. സദ്വിഗർഹിതം, സജ്ജനങ്ങൾ നിന്ദിക്കുന്നത്, അറിവുള്ളവർ സജ്ജനങ്ങളെല്ലാം നിന്ദിക്കുന്നതാണ്, വിഗർഹണം ചെയ്യുന്നതാണ് നിന്റെ ഈ പ്രവൃത്തി. ഇത് അസ്മത് കുലോചിതം ന, നമ്മുടെ കുലത്തിന് യോഗ്യമായിട്ടുള്ളതല്ല. അപ്പൊ സദ്വിഗർഹിതമാണ് നീ ചെയ്യുന്ന പ്രവൃത്തി, അല്ലേ? അത് തന്നെയാണ് കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാന ശ്ലോകത്തില് മുനികൾ വന്ന് പറഞ്ഞു, ഋഷിമാർ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? ഭഗവാൻ ശാർംഗധന്വാവ് നിന്റെ ശത്രുക്കളെ ക്ഷയിപ്പിച്ചോളും. ഭഗവാന്റെ നാമം മുക്തിക്ക് യോഗ്യമായിട്ടുള്ളതാണ്. ആ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് നീ മടങ്ങ്, ഭഗവാൻ പ്രതികാരം ചെയ്തോളും നിന്റെ ശത്രുക്കളോട് എന്ന് പറഞ്ഞ് ഗർഹിക്കാതെ ഗർഹിച്ചു.
പരോക്ഷമായി ഗ്രഹിച്ചു. അതാണ് അവിടുത്തെ സൂചന. ഇപ്പൊ ഇവിടെ പറഞ്ഞു, മനു പറഞ്ഞു, മുത്തച്ഛൻ പറഞ്ഞു, സജ്ജനങ്ങളാൽ ഗ്രഹിക്കപ്പെടുന്ന പ്രവൃത്തിയാണ് നീ ചെയ്യുന്നത്. ഇത് മനുഷ്യകുലത്തിന്, മാനവകുലത്തിന് ചേർന്ന പണിയല്ല, അവിവേകികളുടെ പണിയാണ്. നാസ്മത്കുലോചിതം താത കർമ്മൈതത് സദ്വിഗർഹിതം വദോ യദുപദേവാനാമാരബ്ധസ്തേ അകൃതൈനസാം നന്വേകസ്യാപരാധേന പ്രസംഗാത് ബഹവോ ഹതാഃ ഭ്രാതുർവദാഭിതപ്തേന ത്വയാംഗ ഭ്രാതൃവത്സല. ഹേ ഭ്രാതൃവത്സല, നിന്റെ ഭ്രാതാവിനോടുള്ള സ്നേഹാധിക്യം കൊണ്ടാണ് നീ ഈ പണി ചെയ്യുന്നത്. ഭ്രാതാവിനോടുള്ള സ്നേഹമൊക്കെ വേണം, വേണ്ടാന്ന് പറഞ്ഞില്ല, പക്ഷെ ഇത് ഇത്തിരി അധികമായി പോയി. അതിനെ സൂചിപ്പിക്കുകയാണ് ഭ്രാതൃവത്സല. ഭ്രാതാവിനോടുള്ള വാത്സല്യമുള്ളവനെ അംഗ, ഹേ ബാല, ഏകസ്യ അപരാധേന, ഒരുവൻ ചെയ്ത തെറ്റ് അപരാധം കൊണ്ട്, പ്രസംഗാത് ഭ്രാതുഹു വദാഭിതപ്തേന ത്വയാ ബഹവഃ ഹതാഃ. പ്രസംഗാത് എന്ന് പറഞ്ഞാൽ പ്രകർഷേണയുള്ള സംഘം, ആ വധിച്ചവനുമായിട്ടുള്ള ചേർച്ച നിമിത്തം. ഒരു യക്ഷനാണ് വധിച്ചത്, അപ്പൊ ആ യക്ഷനുമായിട്ടുള്ള ചേർച്ച പ്രസംഗം. എന്താണ് യക്ഷനുമായിട്ടുള്ള ചേർച്ച? യക്ഷവർഗത്തിന് യക്ഷന്മാരുമായിട്ടൊരു ബന്ധം, ഈ യക്ഷനുമായിട്ട് ബന്ധം, അതാണ് ഇവിടുത്തെ പ്രസംഗം. അപ്പൊ അവനോട് ചേർത്ത് എല്ലാവരെയും ഒരു വകുപ്പിൽപ്പെടുത്തിയിട്ട് പ്രസംഗാത് ബഹവഃ ഹതാഃ, ഒരുപാട് പേരെ നീ നിന്നാൽ കൊല്ലപ്പെട്ടു. എന്താ കാരണം? ഭ്രാതുഹു വധാഭിതപ്തേന ത്വയ, ഭ്രാതാവിന്റെ വധത്താൽ അഭിതപ്തനായ നിന്നാൽ, നിന്റെ സഹോദരൻ കൊല്ലപ്പെട്ടു എന്നുള്ളതായിട്ടുള്ള താപം തന്നെയാണ്, നിന്റെ മനസ്സിലുണ്ടായ കോപം, ശോകം, ഇതൊക്കെ കാരണമായിട്ടാണ് നീ ഇപ്പൊ നിരപരാധികളായിട്ടുള്ള യക്ഷവർഗത്തോട് തന്നെ നിനക്ക് ശത്രുത ഉണ്ടായത്. ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള കൊലപാതകങ്ങളാണെങ്കിലും മതപരമായിട്ടുള്ള കൊലപാതകങ്ങളാണെങ്കിലും നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഒരു വ്യക്തിക്കുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു ശത്രുത കൊണ്ട് ആ വ്യക്തിയെ മറ്റൊരു വ്യക്തി കൊന്നുകളഞ്ഞാൽ ഇത് രണ്ട് സമൂഹങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യവുമില്ല, രണ്ട് വർഗങ്ങൾ അത് ഏറ്റെടുക്കേണ്ട കാര്യമില്ല, രണ്ട് രാഷ്ട്രീയക്കാര് അത് ഏറ്റെടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ രണ്ട് മതപരമായിട്ടുള്ള ചിന്ത ഒരുപോലെയുള്ളതായിട്ടുള്ള ആളുകൾ, ഒരേ സമൂഹം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഇത് വിവേകമുള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക. ഒരുവൻ ചെയ്ത തെറ്റിന് അവനെ മാത്രം ശിക്ഷിക്കുക, അവന്റെ വീട്ടുകാരെ പോലും ശിക്ഷിക്കുന്നത് ഉചിതമല്ല. അവന്റെ സഹോദരന്മാരെയോ അവന്റെ അച്ഛനെയോ അവന്റെ അമ്മയെയോ അവന്റെ മക്കളെയോ അവന്റെ ഭാര്യയെയോ പോലും ഉപദ്രവിക്കുന്നതിന് അതൊരു ന്യായമല്ല. അവൻ ചെയ്ത തെറ്റിന് അവൻ മാത്രമാണ് ഉത്തരവാദി. പറ്റുമെങ്കിൽ പ്രതികാരം ചെയ്തേ പറ്റുള്ളൂ എങ്കിൽ അവനോട് ചെയ്യുക, അടക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവനോട് മാത്രം പ്രതികാരം ചെയ്യുക. അല്ലാതെ ഒരു സമൂഹത്തെ മൊത്തത്തില് ആ ലേബൽ ഒട്ടിച്ചിട്ട് തെരഞ്ഞു പിടിച്ച് കൊല്ലാനായിക്കൊണ്ട് ലിസ്റ്റ് ഇടുക, അല്ലേ? നമ്മുടെ ഇവിടെ ഇപ്പൊ പാലക്കാട്ടൊക്കെ നടന്നതായിട്ടുള്ള കൊലകൾ നിരപരാധികളുടെ കൊലകളാണ് നടന്നത്. ഇന്നവരാണ് കൊന്നത്, അതുകൊണ്ട് അവരുടെ വർഗത്തിൽപ്പെട്ട ആരെ വേണമെങ്കിൽ നമുക്ക് കൊല്ലാം. അപ്പൊ അതിൽ കൊല്ലേണ്ടതായിട്ടുള്ള നായകന്മാരുടെ ഒരു 100 പേരുടെ ലിസ്റ്റ് ഇട്ടിട്ട് അതിൽ ആരെയാണ് എളുപ്പം കൊല്ലാൻ സൗകര്യത്തിൽ ആദ്യം കിട്ടുന്നത് ആരെയാണ്, അവരെ നോക്കി കൊല്ലുക. എന്തൊരു ന്യായമാണിതില്? മൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യുകയില്ല, ഉണ്ടോ? മൃഗങ്ങൾക്കിടയിൽ ഇതിനേക്കാൾ വിവേകമുണ്ട്. ഇത് അതിനേക്കാൾ ശോചനീയമാണ് ഈ മനുഷ്യരുടെ ബുദ്ധി എന്ന് പറയുന്നത്. ഇത്രയും നീചമായിട്ടുള്ള ബുദ്ധി
ഒരു ജന്തുക്കൾക്കും ഇതുപോലെ ചിന്തിക്കാൻ കഴിയില്ല. അപ്പൊ മനുഷ്യവർഗത്തിന് തന്നെ അപമാനമാണ് ഇതുപോലെയുള്ളതായിട്ടുള്ള ആളുകൾ. പിശാചുക്കൾക്ക് പോലും അപമാനമായിരിക്കും ഇവരൊക്കെ. പിശാചുക്കൾ പോലും അവരുടെ കൂട്ടത്തിൽ കൂട്ടില്ല ഇതുപോലെയുള്ള. കാരണം പിശാചുക്കൾ കൊല്ലുന്നത് പിശിതം എന്താ പറയുക, അശിക്കാൻ വേണ്ടിയിട്ടാണ്, മാംസം ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പിശാചുക്കൾ ആളുകളെ കൊല്ലുന്നത്. അങ്ങനെ വല്ല പിശാചുക്കൾ ഉണ്ടെങ്കിൽ ഇവിടെ മനുഷ്യന്മാർ തന്നെയാണ് പിശാചുക്കൾ. ജന്തുക്കളെ കൊന്നു തില്ലുന്ന മനുഷ്യന്മാർ തന്നെയാണ് പിശാചുക്കൾ. മാംസം ഭക്ഷിക്കുന്നവരൊക്കെ പിശാചുക്കളാണ്. പക്ഷെ നമ്മൾ ഭക്ഷിക്കാനുള്ള മാംസമേ കൊല്ലുകയുള്ളൂ, വധിക്കുകയുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. പ്രതികാരത്തിന്റെ പേരിൽ നിരപരാധികളെ, ഒരു ബന്ധവുമില്ലാത്ത ആളുകളെ, ഒരു പ്രതീക്ഷിക്കാത്ത ഇരിക്കുന്ന ആളുകളെ കൊന്നൊടുക്കുന്നതായിട്ടുള്ള സംസ്കാരം എന്നുള്ളത് ഒരു സംസ്കാരമാണോ? ഇത് ഏറ്റവും അപരിഷ്കൃതമായിട്ടുള്ളൊരു സമൂഹമാണിത്. കാടന്മാരെന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും നികൃഷ്ടരായിട്ടുള്ള ആളുകളാണ് ഇവര്. ചിന്തിക്കാൻ പറ്റില്ല. മനുഷ്യത്വം നഷ്ടപ്പെട്ടവർ. അപ്പോ അത് തന്നെയാണ് ഇവിടെ മനു പറയുന്നതിന്റെ താല്പര്യം. ഏതോ ഒരു യക്ഷൻ നിന്റെ സഹോദരനെ കൊന്നു, ആ ദുഃഖം അത് ശത്രുതയായി പരിണമിച്ച് നീ അവരുടെ വർഗത്തെ തന്നെ ഉന്മൂലനം ചെയ്യുന്നത് ശരിയാണോ മോനെ? ഇത് ഒട്ടും ന്യായമല്ല. ഇത് സജ്ജനങ്ങൾ നിന്ദിക്കുന്നതായിട്ടുള്ള, ഗർഹിക്കുന്നതായിട്ടുള്ള പ്രവൃത്തിയാണ് നീ ചെയ്യുന്നത്. ഇത് നമ്മുടെ കുലത്തിന് ചേർന്നതല്ല. നന്വേകസ്യ അപരാധേന പ്രസംഗാത് ബഹവോ ഹതാഹ ഭ്രാതുർവദാപി തപ്തേന ത്വയാംഗ ഭ്രാതുർവത്സല. നായം മാർഗോ ഹി സാധൂനാം ഋഷികേശാനുവർത്തിനാം യഥാത്മാനം പരാഗൃഹ്യ പശുവദ്ഭൂതവൈശസം. ആത്മാനം പരാഗൃഹ്യ പശുവത് ഭൂതവൈശസം യത് ഋഷികാനുവർത്തിനാം സാധൂനാം മാർഗഃ അയം ന. നീ ഭഗവാന്റെ ഭക്തനല്ലേ? ഭഗവാനെ ഭജിച്ച് ഭഗവാനെ പ്രസാദിപ്പിച്ച ആളല്ലേ? അപ്പൊ നീ ഭഗവാന്റെ അനുയായി ആണോ? ആണെങ്കിൽ ഇത് നിനക്ക് ചേർന്നതല്ല. ആത്മാനം പരാഗൃഹ്യ പശുവത് ഭൂതവൈശസം യത്. ഇവിടെ ആത്മാനം തന്നെ പരാഗൃഹ്യ എന്ന് പറഞ്ഞാൽ പരാങ്, പുറത്ത്, ബഹിർ എന്നുള്ള അർത്ഥത്തിലാണ് പരാങ്. പ്രത്യങ് ആണ് അന്തർഭാഗം. അപ്പോ പ്രത്യഞ്ചമായിരിക്കുന്ന ആത്മാവിനെ മറന്ന് പരാങ് ആത്മാനം ഗൃഹ്യ എന്ന് പറഞ്ഞാലോ, ഇവിടെ ശരീരത്തെ, ദേഹത്തെ ആത്മാവെന്നെടുക്കുന്നതാണ് പരാംഗൃഹ്യ. ബാഹ്യമായ ശരീരാദി ഉപാധികളെ ആത്മാവെന്ന് ധരിച്ച്, താനെന്ന് ധരിച്ചിട്ട് ആത്മാനം പരാഗൃഹ്യ പശുവത്. പശുവത് എന്ന് പറഞ്ഞാലോ ജന്തുക്കളെ പോലെ, മൂഢജന്തുക്കള്. അവർക്ക് ദേഹമാണ് ആത്മാവ്. അവർക്ക് അവരുടെ ദേഹരക്ഷ മാത്രമേ അറിയുള്ളൂ. അവർക്ക് സൂക്ഷ്മ ബുദ്ധിയൊന്നുമില്ല. അപ്പൊ പശുവത് മൃഗങ്ങളെപ്പോലെ ഭൂതവൈശസം യത്, ഭൂതങ്ങളെ നശിപ്പിക്കുക. വൈശസം എന്ന് പറഞ്ഞാൽ ഹിംസയാണ്. അപ്പൊ ഭൂതഹിംസ, പ്രാണിഹിംസ ചെയ്യുന്നത് ശരീരാഭിമാനികളാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത്, പ്രാണിവധം ചെയ്യുന്നത് ഋഷികേശ അനുവർത്തിനാം സാധൂനാം മാർഗഃ അയം ന. ഋഷികേശന്റെ അനുവർത്തികളായിരിക്കുന്ന, ഋഷികേശൻ ആരാണ്? എല്ലാവരുടെ ഉള്ളിലും എല്ലാവരുടെ ഇന്ദ്രിയങ്ങളെയും ഈശിക്കുന്നവനാണ്. ഋഷികാണാം ഈശഃ ഋഷികേശഃ. എല്ലാവരുടെ ഉള്ളിലും ആത്മസ്വരൂപമായിരുന്ന് കണ്ണിന് കണ്ണ്, കാതിന് കാത്, മൂക്കിന് മൂക്ക്, നാവിന് നാവായിരിക്കുന്നവനാണ് ഋഷികേശൻ. ആ ഭഗവാനെ അറിയുന്ന, ആ ഭഗവാന്റെ അനുവർത്തികളായിരിക്കുന്ന സാധുക്കൾക്ക്, സജ്ജനങ്ങൾക്ക്, സദാചാരശീലന്മാർക്ക്, മര്യാദക്കാർക്ക് അയം മാർഗഃ ന, ഇതല്ല വഴി. ഈ മാർഗമല്ല മര്യാദക്കാരുടെ വഴി. അപ്പൊ ഭഗവാനെ അനുസരിച്ച് നടക്കുന്ന സാധുക്കളുടെ മാർഗമല്ല ഈ മാർഗം. നീ അത് ലംഘിച്ചിരിക്കുന്നു, നീ അതിക്രമം കാണിച്ചിരിക്കുന്നു. ഭഗവാന് അപ്രീതികരമായ പ്രവൃത്തിയാണ് നീ ചെയ്തിരിക്കുന്നത്. എല്ലാവരുടെ ഉള്ളിലും ആത്മാവായിരിക്കുന്നത് ഭഗവാനാണ്, ഋഷികേശനാണ്. അപ്പൊ നീ ആരെ കൊല്ലുന്നുവോ ആ ശരീരത്തിനകത്ത് പീഡിപ്പിക്കപ്പെടുന്നത് ആരാണ്? അവരുടെ ഉള്ളിലെ ആത്മാവായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ്.
അപ്പൊ നീ അന്യനെ നിന്റെ ശത്രുവായി കണ്ട് പീഡിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ നീ ആരെയാണ് പീഡിപ്പിക്കുന്നത്? ആത്മാവിനെ തന്നെയാണ് പീഡിപ്പിക്കുന്നത്. ആ ആത്മാ തന്നെയാണ് നിന്റെയും ആത്മാ. അതുകൊണ്ട് ആ പീഡ അവസാനം നിനക്ക് തന്നെ പീഡയായി വരും. അപ്പൊ ഭഗവാനെ തന്നെയാണ് നീ പീഡിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് ഭക്തന്മാരുടെ, സജ്ജനങ്ങളുടെ, സാധുക്കളുടെ മാർഗമല്ല. നായം മാർഗോ ഹി സാധൂനാം ഋഷികേശാനുവർത്തിനാം യദ ആത്മാനം പരാഗൃഹ്യ പശുവദ്ഭൂതവൈശസം സർവഭൂതാത്മഭാവേന ഭൂതാവാസം ഹരിം ഭവാൻ ആരാധ്യാപതുരാരാധ്യം വിഷ്ണോസ്തത് പരമം പദം. സർവഭൂതാത്മഭാവേന ഭൂതാവാസം ഹരിം ഭവാൻ ആരാധ്യ ആപ ദുരാരാധ്യം വിഷ്ണോസ്തത് പരമം പദം. മുമ്പ് നീ ചെയ്തതിനെ കുറിച്ച് പറയാണ്. ധ്രുവൻ ഭഗവാനെ ആരാധിച്ച് പ്രസാദിപ്പിച്ചു, ഭഗവാനെ പ്രാപിച്ചു. അതാണ് ദുരാരാധ്യം. ആരാധിക്കാൻ ദുഃഖം ക്ലേശമുള്ളവനാണ് ഭഗവാൻ. ആ ഭഗവാനെ എളുപ്പത്തിൽ പ്രസാദിപ്പിക്കാൻ പറ്റാത്തവനായ ഭഗവാനെ ഭൂതാവാസം ഹരിം, ഭൂതങ്ങളുടെ മുഴുവൻ ആവാസസ്ഥാനമായ വാസുദേവനായ ഹരിയെ, എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്നവനും എല്ലാ ഭൂതങ്ങളും അവനിൽ വസിക്കുന്നത് കൊണ്ടും അവൻ ഭൂതാവാസൻ. ഭൂതാനി അസ്മിൻ വസതി, എല്ലാ ഭൂതങ്ങളും അവനിൽ വസിക്കുന്നു, അവനോ എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്നു. അതുകൊണ്ട് ഭൂതാവാസ, വാസുദേവൻ തന്നെ. ഇപ്പൊ വാസുദേവനായ ഹരിയെ സർവഭൂതാത്മഭാവേന ആരാധ്യ, സർവഭൂതങ്ങളുടെയും ആത്മാവെന്ന ഭാവത്തിൽ ആരാധിച്ചിട്ട് വിഷ്ണോഹോ പരമം തത്പദം ഭവാനാപ, വിഷ്ണുവിന്റെ ആ പരമമായ പദത്തെ, ശ്രേഷ്ഠമായ പദത്തെ പ്രാപിച്ചവനാണ് നീ. ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയതും ആ ഭഗവാൻ നിനക്ക് അനുഗ്രഹമായിട്ട് ഭാവിയില് ധ്രുവ പദവി വരെ വരമായി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ച നീയാണോ ഈ കൊള്ളരുതായ്മ ചെയ്യുന്നത്? ഏതെങ്കിലും പ്രാകൃതന്മാർ, പൊട്ടന്മാർ, സംസ്കാരഹീനന്മാർ, മൂഢന്മാരൊക്കെ ചെയ്താൽ പോട്ടെ എന്ന് പറയാം. രാക്ഷസ സ്വഭാവമുള്ളവർ ചെയ്താൽ പോട്ടെ എന്ന് പറയാം. ഇത് നീ ചെയ്യുന്നത് ഒട്ടും സഹിക്കുന്നില്ല. കാരണം ഭഗവാനെ സർവാത്മഭൂതമായിട്ട് സർവഭൂതാത്മഭാവത്തിലാണ് നീ ആരാധിച്ചത്. ആ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ചവനാണ്. എന്നിട്ടും ഇത് ചെയ്യുന്നത് ഒട്ടും യോഗ്യമായിട്ടുള്ളതല്ല. സർവഭൂതാത്മഭാവേന ഭൂതാവാസം ഹരിം ഭവാൻ ആരാധ്യാപതുരാരാധ്യം വിഷ്ണോസ്തത്പരമം പദം. സത്വം ഹരേരനുദ്യാതഃ തൽപുംസാമപി സമ്മതഃ കഥം ത്വവദ്യം കൃതവാൻ അനുശിക്ഷൻ സദാമ്രതം. വീണ്ടും പതുക്കെ പതുക്കെ കുറ്റപ്പെടുത്തുകയാണ്. ആദ്യം സൗമ്യമായിട്ട് തുടങ്ങിയെങ്കിലും നല്ല സൂക്ഷ്മമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഹരേഹേ അനുദ്യാതഃ, ആ ഹരിക്ക് പോലും, ഹരിയാൽ പോലും അനുദ്യാതനാണ് നീ. അനുദ്യാതൻ എന്ന് പറഞ്ഞാല് നിന്നെക്കുറിച്ച് ഹരി ഇങ്ങടും തിരിച്ച് ചിന്തിക്കുന്നുണ്ട്. നീ ഹരിയെ ധ്യാനിച്ചു, ഹരി നിന്നെയും ധ്യാനിച്ചു. എന്നുവെച്ചാൽ ഹരിക്ക് സ്വീകാര്യനാണ്, ഹരിയാൽ വിചാരം ചെയ്യപ്പെടുന്നവനാണ് നീ. ഭഗവാന് നിന്നെക്കുറിച്ച് കരുതലുണ്ട്. അങ്ങനെയുള്ള നീ തൽപുംസാമപി സമ്മതഃ, ആ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക്, സജ്ജനങ്ങൾക്കൊക്കെ സമ്മതനാണ് നീ. ഋഷീശ്വരന്മാർക്കൊക്കെ പ്രിയപ്പെട്ടവനാണ് നീ. തൽപുംസാമപി, നാരദാദികൾക്കൊക്കെ പ്രിയപ്പെട്ടവനാണ് നീ. തൽപുംസാമപി സമ്മതഃ. അങ്ങനെയുള്ള സഹത്വം, ആ നീയ് സതാം വ്രതം അനുശിക്ഷന്, സജ്ജനങ്ങളുടെ വ്രതത്തെ, മാർഗത്തെ അഭ്യസിക്കുന്നവനായിട്ട്, അനുശിക്ഷണം ചെയ്യുന്നവനായിട്ട് അവദ്യം കഥം തു കൃതവാൻ. കഥം തു അവദ്യം കൃതവാൻ. അവദ്യം എന്ന് പറഞ്ഞാൽ ദോഷമായിട്ടുള്ളത്, പാപമായിട്ടുള്ളത്. അപ്പൊ എങ്ങനെ നിനക്ക് ഈ അവദ്യത്തെ, ഈ ദോഷത്തെ എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? ഇത്രയും നീചമായിട്ടുള്ള പ്രവൃത്തി നിനക്ക് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? ആ ഭഗവാന് പോലും പ്രിയപ്പെട്ടവനാണ്. ഭഗവാന്റെ ഭക്തന്മാരെ, സജ്ജനങ്ങൾക്കൊക്കെ നീ പ്രിയപ്പെട്ടവനാണ്. സജ്ജനങ്ങളുടെ വ്രതത്തെ അനുശിക്ഷണം ചെയ്യുന്നവനാണ് നീ. അങ്ങനെയൊക്കെയുള്ള നിനക്ക് ഇത്രയും വലിയ അബദ്ധം, ഇത്രയും കൊള്ളരുതായ്മ എങ്ങനെ സംഭവിച്ചു? അവദ്യമായിട്ടുള്ള ഈ പ്രവൃത്തിയെ, ദോഷമായിട്ടുള്ള ഈ പ്രവൃത്തിയെ കഥം തു കൃതവാൻ,
എങ്ങനെ നിന്നാൽ ചെയ്യപ്പെട്ടു. ഇങ്ങനെ ഇനിതാ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഭഗവാനെ പ്രസാദിപ്പിക്കാൻ എന്നുള്ള ഉപദേശങ്ങളാണ് കൊടുക്കുന്നത്. നമുക്ക് നാളെ തുടർന്ന് കാണാം. നാളെയല്ല, മറ്റന്നാൾ വൈകുന്നേരം 19-ാം തീയതി വൈകുന്നേരം കാണാം. നാളെ ക്ലാസ്സില്ല, 19-ാം തീയതി രാവിലെയും ഇല്ല. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. ജൂൺ 4-ാം തീയതി ഗുരുവായൂരിൽ വെച്ച് ഒരു നാരായണീയ പാരായണം സമ്പൂർണമായിട്ട് നടത്തപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള മെസ്സേജുകൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ തന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ്. ജൂൺ 4-ാം തീയതി രാവിലെ 8 മണിക്ക് ആരംഭിക്കും. രുക്മിണി കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടാണ്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയം അല്ല, രുക്മിണി കല്യാണ മണ്ഡപമാണ്. അപ്പോൾ ആവശ്യം വരുന്നവരെ അറിയിക്കണം. കാരണം മറ്റ് പല സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്യാൻ വേണ്ടി, ഭക്ഷണമടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അതിന് വാട്സപ്പിലൂടെ ബന്ധപ്പെടണം. ഹരി ഓം. ജൂൺ 4 ഗുരുവായൂർ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നാളെയും നല്ലൊരു ദിവസമാവട്ടെ, മറ്റന്നാളും ആവട്ടെ. മറ്റന്നാൾ കാണാം. ഹരി ഓം. നാരായണ. ഹരി ഓം.